നീന്താൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? നീന്താൻ. ഈ സ്വിമ്മിംഗ് പൂൾ പറയരുത്, അതല്ലാണ്ട് കായലിലൊക്കെ നീന്താൻ അറിയുന്ന ആരൊക്കെ ഉണ്ട്? സെൻട്രോ ഉണ്ടോ? നദീർ ബ്രോ ഉണ്ട്. നദീർ ബ്രോ നീന്തും എനിക്കറിയാം. വേറെ ആരുണ്ട്? പ്രജ്വൽ ബ്രോ ഉണ്ട്. വേറെ അക്ഷയ് ബ്രോ ഉണ്ടോ? കുളത്തിലൊക്കെ നീന്തിയിട്ടുണ്ട്. അക്ഷയ് ബ്രോയ്ക്ക് നീന്താൻ അറിയാം. വേറെ എനിക്ക് കാണാൻ പറ്റുന്നത് വേറെ ആരൊക്കെ ഉണ്ട്? ബ്രോ നീന്താൻ സാബിർ ബ്രോ അറിയത്തില്ല ഉണ്ട്. ബ്രോ, പക്ഷെ ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. മുദശ്ശർ ബ്രോ ഉണ്ട്. ആ, ഓക്കെ, ഏറെക്കുറെ എല്ലാവർക്കും നീന്താൻ അറിയാം. ഓക്കെ, പെർഫെക്റ്റ്. സോ എനിക്ക് നീന്താൻ അറിയത്തില്ല. നമ്മൾ ഈ പറഞ്ഞ കയാക്കിംഗ് ഇല്ലേ? ഈ കയാക്കിംഗ് നമ്മൾ കാലി ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഇവിടെ എറണാകുളത്ത് തന്നെ കടമക്കുടിയിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നീന്താൻ ഏറ്റവും എളുപ്പം എങ്ങനെയായിരിക്കും? നമ്മൾ കായലിലൊക്കെ നീന്തുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഒരു ഡയറക്ഷനിൽ നീന്തി തുടങ്ങി, അല്ലെങ്കിൽ കയാക്കിംഗ് ചെയ്തു തുടങ്ങി. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി, മഴയും കാറ്റും വന്നു തുടങ്ങി. അപ്പൊ ഞാൻ ഈ കയാക്ക് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തിര വരുന്നത്. എത്ര കഷ്ടപ്പെട്ട് കയാക്ക് ചെയ്യാൻ നോക്കിയിട്ടും സാധനം നീങ്ങുന്നില്ല. അതിൽ നിന്ന് പറഞ്ഞ് താഴെ വീഴുക തുടങ്ങിയ പരിപാടിയായിരുന്നു വന്നത്. സോ മൈക്ക. അക്ഷയ് ബ്രോ സ്വിം ചെയ്യാറുണ്ടല്ലോ. അക്ഷയ് ബ്രോ സ്വിം ചെയ്യുന്ന സമയത്ത്, നീന്തുന്ന സമയത്ത് ബ്രോ നീന്തുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് തിര വരുന്നത്. തിര അല്ലെങ്കിൽ ഒഴുക്ക് വരുന്നതെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അക്ഷയ് ബ്രോ നീന്താൻ. ரொம்ப ആംഗിൾ அதனால ഉം പറഞ്ഞോ ബ്രോ. ഒഴുക്കിനനുസരിച്ച് നീന്തിയാ പോരെ. ആ, അപ്പൊ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഇത് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് പ്രൈസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, പ്രൈസിന്റെ ഡയറക്ഷൻ എന്താണ്, പ്രൈസിന്റെ ഒഴുക്ക് എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് ആ പ്രൈസിനനുസരിച്ച് നമ്മൾ നീന്തുക. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നീന്തുക എന്ന് പറഞ്ഞ പോലെ തന്നെ പക്ഷേ പറഞ്ഞു സിമ്പിൾ ആയിട്ട് ഒഴുക്കിനനുസരിച്ച് നീന്തിയാൽ പോരെ. ഇതേപോലെ തന്നെ മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കി ആ ഓർഡർ ഫ്ലോ അറിഞ്ഞ് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഓർഡർ ഫ്ലോയ്ക്ക് വിപരീതമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ നീന്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ട്രേഡ് എടുത്ത് നമുക്ക് പ്രോഫിറ്റ് ആക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. മാനിപ്പുലേഷൻസിൽ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? സോ ഇന്നത്തെ സെഷനിൽ എഴുതിക്കോ, നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഓർഡർ ഫ്ലോ. ഓർഡർ ഫ്ലോ. ഓർഡർ ഫ്ലോ. സോ ജസ്റ്റ് ഡെഫിനേഷൻ എഴുതാം, എന്നിട്ട് നമുക്ക് ബാക്കി ചാർട്ടിനകത്തൊക്കെ പോയി നോക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. മാർക്കറ്റിന്റെ ഒഴുക്ക്, മാർക്കറ്റിന്റെ മൂവ്മെന്റ്, മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങോട്ടാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. ഓർഡർ ഫ്ലോ അറിഞ്ഞ് ട്രേഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബേസിക് ആണ്, വളരെ ഇമ്പോർട്ടന്റ് തിങ് ആണ്. ആ ഓർഡർ ഫ്ലോ അറിഞ്ഞ് ട്രേഡ് ചെയ്തില്ലെങ്കിൽ നേരത്തെ അക്ഷയ് ബ്രോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നീന്താൻ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാനും അതെടുത്ത് പ്രോഫിറ്റ് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. സോ ഓർഡർ ഫ്ലോ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. മൂന്നാമത്തെ ടോപ്പിക് ഓർഡർ ഫ്ലോ. ഓർഡർ ഫ്ലോ റെഫേഴ്സ് ടു ദ നമ്മുടെ വിജയോത്മകം ടീം. നിങ്ങൾ ഓർമ്മയുണ്ടോ നമ്മൾ ഓർഡർ ഫ്ലോ വിജയോത്മകത്തിൽ പഠിച്ചപ്പോൾ ഒരു ഡെഫിനിഷൻ എഴുതിയത്? ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുമോ? 1 മിനിറ്റില്. കാണാണ്ട് പറയണ്ട, ബുക്കിനകത്തുണ്ടെങ്കിൽ നോക്കി പറയാം. സെയിം ഡെഫിനിഷൻ ആണ്, കാരണം അന്ന് സെറ്റ് ചെയ്ത PPT ആയത്, അതിനകത്തുനിന്ന് എടുത്ത പോയിന്റ് ആണ്. റമീസ് ബ്രോ പറയുന്നത് നോക്കണ്ട. ഓക്കെ, പോട്ടെ. ഓർഡർ ഫ്ലോ റെഫേഴ്സ് ടു ദ അനാലിസിസ് ഓഫ് order flow refers to the analysis of buy and sell orders. Order flow refers to the analysis of buy and sell orders in the market. Order flow refers to the analysis of buy and sell orders in the market, helping traders to understand. Order flow refers to the analysis of buy and sell orders in the market, helping traders to understand liquidity, momentum and market structure. ഓർഡർ ഫ്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മാർക്കറ്റിലെ ലിക്വിഡിറ്റി അറിയാനും മാർക്കറ്റിന്റെ മൊമെന്റം, മാർക്കറ്റിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കാനും, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്കറ്റിന്റെ സ്ട്രക്ചർ എങ്ങോട്ടാണ്, മാർക്കറ്റ് ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത്, മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാനും ഓർഡർ ഫ്ലോ നമ്മളെ സഹായിക്കും. സോ ഓർഡർ ഫ്ലോ റെഫേഴ്സ് ടു ദ അനാലിസിസ് ഓഫ് ബൈ ആൻഡ് സെൽ ഓർഡേഴ്സ് ഇൻ ദ മാർക്കറ്റ്, ഹെൽപ്പിംഗ് ട്രേഡേഴ്സ്, നമ്മളെ പോലുള്ള ട്രേഡേഴ്സിനെ ഹെൽപ്പിംഗ് ട്രേഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ലിക്വിഡിറ്റി, മൊമെന്റം ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, സോ നമ്മൾ ഫേസ് 1 നമ്മൾ ബേസിക്സ് ഫൗണ്ടേഷൻ പഠിച്ച സമയത്ത് നമ്മൾ ട്രെൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് പറഞ്ഞു പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ കോൺസെപ്റ്റിനകത്താണെങ്കിലും ഓർഡർ ഫ്ലോ ഇമ്പോർട്ടന്റ് ആണെന്ന്. സോ ട്രെൻഡ് നമ്മൾ 3 ടൈപ്പാണ് പഠിച്ചത്. ഒന്ന് അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, അക്യുമുലേഷൻ എന്നുള്ളത് അല്ലെ? സോ അതേപോലെ എഴുതിക്കോ, ഐഡന്റിഫൈങ് എ പ്രൈസ് ലെഗ് ഓർ ഓർഡർ ഫ്ലോ തിയറി.
ഞാൻ ജസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞിട്ട് നമുക്ക് ചാർട്ടിനകത്ത് പോയിട്ട് കാര്യങ്ങൾ നോക്കാതെ. സോ 3 ടൈപ്പ് ട്രെൻഡ് ആണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്: അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് ആൻഡ് സൈഡ് വേസ് അല്ലെങ്കിൽ അക്യുമുലേഷൻ. സോ ഐഡന്റിഫൈങ് എ പ്രൈസ് ലെഗ് ഓർ ഓർഡർ ഫ്ലോ തിയറി. എങ്ങനെയാണ് ഈ ഓർഡർ ഫ്ലോ നോക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. അന്ന് ട്രെൻഡ് പറഞ്ഞ സമയത്ത് നമ്മൾ ഒരു അപ് ട്രെൻഡ് എങ്ങനെയായിരിക്കും നോക്കുന്നത് ജൂലൈ ബാച്ച്? ഒരു അപ് ട്രെൻഡ് ആണ് മാർക്കറ്റ് നമുക്ക് എങ്ങനെ ചാർട്ടിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നത്? ഹയർ ഹൈയും ബുള്ളിഷ് ആണ്. ഹയർ ലോയും ഹയർ ഹൈയും ഹയർ ലോയും ആ ക്രിയേറ്റ് ചെയ്ത് പോകും. ഹയർ ഹൈ ഹയർ ലോ. ഓക്കെ ഫൈൻ ബ്രോ. ബെയറിഷ് ആണെങ്കിലോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിലോ? ലോവർ ഹൈ ലോവർ ലോ. ലോവർ ലോ ലോവർ ഹൈ അല്ലെ? സോറി സോറി. ആ ഓക്കെ. അപ്പൊ ഇതിനകത്തൊക്കെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് നോക്കുന്നത്? സ്വിംഗ് പോയിന്റ്സ് ആണല്ലോ. ഒരു ലോവർ ലോ എന്ന് പറയുന്നത് എന്താ? ഒരു സ്വിംഗ് ലോ. ഒരു ലോവർ ഹൈ എന്ന് പറയുന്നത് എന്താ? ഒരു സ്വിംഗ് ഹൈ. ആ ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ ഒരു ഹയർ ലോ എന്ന് പറയുന്നത് എന്താ? ഒരു സ്വിംഗ് ലോ. ഹയർ ഹൈ എന്ന് പറയുന്നത് എന്താ? ഒരു സ്വിംഗ് ഹൈ. സോ സ്വിംഗ് ഹൈ. സ്വിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ഓർഡർ ഫ്ലോ ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എഴുതിക്കോ: എ പ്രൈസ് ലെഗ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ, പ്രൈസ് ലെഗ് എന്ന് വെച്ചാൽ ഓർഡർ ഫ്ലോ, എ പ്രൈസ് ലെഗ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ഐഡന്റിഫൈങ് ദ സ്വിംഗ് പോയിന്റ്സ്. നമ്മൾ സ്വിംഗ് പോയിന്റ്സ് മാർക്കറ്റിൽ നമ്മൾ ഈ പറയുന്ന 3 ബാർ സ്വിംഗ് ഉണ്ടല്ലോ, അത് തന്നെ ആ സ്വിംഗ് പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രൈസ് ലെഗ് അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. എ പ്രൈസ് ലെഗ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ഐഡന്റിഫൈങ് ദ സ്വിംഗ് പോയിന്റ്സ്. The swing points in price are essentially the lower low, lower high, higher high and higher low. LL, HH അങ്ങനെ ഇട്ടാലും മതി, അങ്ങനെയാണല്ലോ എഴുതാം. A price leg can be determined by identifying the swing points. The swing points in price are essentially the lower low, lower high, higher high and higher low. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ എഴുതിയെങ്കിൽ നമ്മുടെ ജിതിൻ ബ്രോ നമ്മൾ ഓർഡർ ഫ്ലോ എന്തിനൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ സ്ട്രക്ചർ, ലിക്വിഡിറ്റി, മൊമെന്റം ഒക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ ഓർഡർ ഫ്ലോ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുമായിരിക്കും ജിതിൻ ബ്രോ? മ്യൂട്ടാ ബ്രോ. ഡയറക്ഷൻസ്. മാർക്കറ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, വേറെ? പിന്നെ ഐസ് ആൻഡ് ലോസ്, ലിക്വിഡിറ്റീസ് ഉണ്ടല്ലോ, എല്ലാവരും ഐസ് ആൻഡ് ലിക്വിഡിറ്റീസ് ആണ്. ഓക്കെ, ലിക്വിഡിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യും. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്, ഇന്ത്യൻ സ്ട്രക്ചർ. ഓക്കെ. അതായത് അത് തന്നെ, എന്താ ഇന്റർണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരും? ലൈക്ക് പ്രൈസിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിച്ച്, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈ ഓർഡർ ഫ്ലോ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക അല്ലെ? പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് റിവേഴ്സൽ, മാർക്കറ്റ് എവിടെ റിവേഴ്സൽ ആവുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ യൂറോ യു എസ് ഡി കുറച്ചധികം നാളുകളായിട്ട് ബെയറിഷ് ആയിരുന്നു 1 അവറിൽ. സോ 1 അവറിൽ പോയിക്കൊണ്ടിരുന്ന ഓർഡർ ഫ്ലോ എപ്പോ റിവേഴ്സൽ ആയി എന്നുള്ളതും ഈ ഒരു ഓർഡർ ഫ്ലോ തിയറി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈസ് ലെഗ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഇപ്പം ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ നമുക്ക് ഈ പറയുന്ന റിവേഴ്സൽസ് കണ്ടുപിടിക്കാൻ, പ്രൈസ് ലിക്വിഡിറ്റി കണ്ടുപിടിക്കാൻ, മൊമെന്റം കണ്ടുപിടിക്കാൻ, മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ ഒക്കെ നമ്മൾ ഈ പറയുന്ന ഓർഡർ ഫ്ലോ എന്നുള്ള സാധനം നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ എടുക്കുന്ന എൻട്രിയിൽ നമ്മളിപ്പോ ബൈ എൻട്രി ആണെങ്കിലും സെൽ എൻട്രി ഒക്കെ ആണെങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടുക, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടുക എന്നൊക്കെ ഉള്ളത്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡർ ഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ചാർട്ടിൽ പോകുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഒരു കാര്യം കൂടി, ഇപ്പൊ നമ്മളിപ്പോ ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആണ് മാർക്കറ്റ് എങ്കിൽ ആസ് എ ട്രേഡർ നമുക്ക് 2 രീതിയിലായിരിക്കും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നത്. ഒന്നൊരു പ്രോ ട്രെൻഡ്, അതായത് ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആണെങ്കിൽ പ്രോ ട്രെൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൈ എൻട്രീസ് അല്ലെങ്കിൽ ലോങ് പൊസിഷൻസ് എടുക്കുന്നതായിരിക്കും. കാരണം ട്രെൻഡിനൊപ്പം ആ ഡയറക്ഷനിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഈവൻ ഇപ്പൊ ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് കൗണ്ടർ ട്രേഡും എടുക്കാം. 2 ടൈപ്പ് ഓഫ് ട്രേഡ്സ് ആണ്. ഒന്ന് പ്രോ ട്രെൻഡ് ട്രേഡും, 2 കൗണ്ടർ ട്രെൻഡ് ട്രേഡും. ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആണെങ്കിൽ അതിന്റെ പ്രോ ട്രെൻഡ് എന്ന് പറയുന്ന പൊസിഷൻ ഫ്ലോ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ബൈ പൊസിഷൻസ് ആയിരിക്കും. ആ ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോയുടെ കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൽ എൻട്രീസ് ആയിരിക്കും. നമ്മുടെ സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് ബൈയും എടുക്കാം സെല്ലും എടുക്കാം. പക്ഷെ കൂടുതൽ നമുക്ക് സ്ക്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രജ്വൽ ബ്രോ, കഴിഞ്ഞ ആഴ്ച നമ്മൾ മാർക്കറ്റ് ക്ലിയർ ബുള്ളിഷ് ആയിരുന്നു, ക്ലിയർ ഇന്റൻഷൻ ഉണ്ടായിരുന്നു, സ്ട്രക്ചർ ബുള്ളിഷ് ആയിരുന്നു, ഓർഡർ ഫ്ലോ ബുള്ളിഷ് ആയിരുന്നു. ലോങ് പൊസിഷൻ എടുക്കുമ്പോഴും അതായത് പ്രോ ട്രെൻഡ് ട്രേഡും ഒരു ഓർഡർ ഫ്ലോ കിട്ടി, ആ ഓർഡർ ഫ്ലോ അറിഞ്ഞ് പ്രോ ട്രെൻഡ് ആയിട്ട് ട്രേഡ് എടുക്കുന്നതും കൗണ്ടർ ട്രെൻഡ് എടുക്കുമ്പോഴും നമ്മുടെ സെറ്റപ്പിൽ രണ്ടും എടുക്കാം.
എന്താണ് ഡിഫറൻസ് ഉള്ളത്? ഫ്ലോ ട്രെൻഡില് നമ്മള് പ്രോപ്പർ സെറ്റപ്പ് വന്നു കഴിഞ്ഞാല് നമ്മൾ പിടിച്ചാൽ കിട്ടുമല്ലോ മാർക്കറ്റിനെ ഒരു പോക്കങ്ങ് റോക്കറ്റ് പോകുന്ന പോലെ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് കൗണ്ടർ ട്രേഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ മൂവ്മെന്റ് കിട്ടുള്ളൂ. മീൻസ് അത് പ്രോഫിറ്റ് അടിക്കണമെന്നില്ല ചിലപ്പോ. ചില സമയത്ത് നമ്മൾ ടി പി വെച്ചാൽ അതിന്റെ അടിച്ചോട്ട് നേരെ ഓപ്പോസിറ്റ് ഓവർഫ്ലോക്ക് അനുസരിച്ചിട്ട് അങ്ങ് പോവാം. അപ്പൊ ഏറ്റവും എക്സാക്ട്ലി. ബെറ്റർ കഴിഞ്ഞ വീക്ക് ഓവർഫ്ലോ. യെസ്, നിങ്ങളിപ്പം ഈ ഓർഡർ ഫ്ലോ നമ്മൾ ചാർട്ടിൽ പോയിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കിയാൽ മതി. ഈ ബൈ ലോങ് പൊസിഷൻസ് എന്ന് പറയുന്ന എല്ലാം ഒരു 1:3, 1:4 മിനിമം. നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ ഗ്രാബ് ചെയ്യാലോ, പക്ഷെ 1:8, 1:10 ഒക്കെ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ട്. കൗണ്ടർ ട്രേഡ് ആണെങ്കിൽ എടുക്കുന്ന നല്ല ക്ലാരിറ്റി ഉള്ളതാണെങ്കിൽ എടുക്കും. ഇപ്പൊ നമ്മളെ ആണെങ്കിലും കഴിഞ്ഞ ആഴ്ച സെൽ എൻട്രീസ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 1:2 അല്ലെങ്കിൽ 1:2 ആണ് മാക്സിമം ഒക്കെ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ ബുള്ളിഷ് ആയതുകൊണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തിയറട്ടിക്കലി ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ ഇനി ജൂലൈ ബാച്ചിൽ നിന്ന്? ഓർഡർ ഫ്ലോ എന്താണ്, എന്തിനാണ് ആസ് എ ട്രേഡർ നമ്മൾ ഓർഡർ ഫ്ലോ നോക്കുന്നത്, ഓർഡർ ഫ്ലോ തിയറി അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ നമ്മൾ മാർക്കറ്റിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, സ്വിംഗ് പോയിന്റ്സ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ബേസിക്കലി ലോവർ ലോ, ലോവർ ഹൈ, ആൻഡ് ഹയർ ലോ. പിന്നെ ഈ ഒരു ലോവർ ഓർഡർ ഫ്ലോ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും, ലൈക്ക് റിവേഴ്സൽസ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ഓർഡർ ഫ്ലോ തന്നെ, ഓർഡർ ഫ്ലോയിൽ രണ്ട് ടൈപ്പ് ഓഫ് ട്രേഡ്സ് ആണ്. ഇപ്പൊ ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആണെങ്കിൽ നമുക്ക് പ്രോ ട്രെൻഡും ഉണ്ട്, കൗണ്ടർ ട്രെൻഡും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ തിയറട്ടിക്കലി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ഐഡിയ ഒട്ടും ഒന്നും ഒരു ലോജിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും? മിലൻ, ഓർഡർ ഫ്ലോ. ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ ആണ് ഓർഡർ ഫ്ലോ എന്ന് നമ്മൾ പറയുന്നത്. ഓർഡർ ഫ്ലോ അതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് സ്വിംഗ് പോയിന്റ്സ് വെച്ചിട്ടാണ്. ഓക്കെ, സ്വിംഗ് പോയിന്റ്സ് ലൈക്ക് ലോവർ ലോ, ലോവർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഓക്കെ, അങ്ങനെയുള്ള സ്വിംഗ് പോയിന്റ്സ് വെച്ചിട്ടാണ്, അതായത് പ്രൈസിലേക്ക് അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഓക്കെ. പിന്നെ ബുള്ളിഷ് ഓർഡർ ഫ്ലോവും വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് രീതിയിൽ ട്രേഡ് ബുള്ളിഷ് എടുക്കാം. ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും രണ്ട് ടൈപ്പ് ഓഫ് ട്രേഡ്സ് ആയിരിക്കും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന. എന്തൊക്കെയായിരിക്കും? കൗണ്ടർ ട്രേഡും പിന്നെ പ്രോ ട്രെൻഡ്. ഓക്കെ, അപ്പൊ ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആണെങ്കിൽ രണ്ടും നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏതിനകത്തായിരിക്കണം? പ്രോ ട്രെൻഡ് ട്രേഡ്സ് ആയിരിക്കും, കൗണ്ടർ ട്രേഡ് ആയിരിക്കുമോ? പ്രോ ട്രെൻഡ് ആയിരിക്കും. വൈ? അത് കാരണം മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞ പോലെ, ഇപ്പം അക്ഷയ് ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ളത്, ഒഴുക്കിനനുസരിച്ച് നീന്തിയ വലിയ എഫേർട്ട് കൂടാണ്ട് നീന്തി പോകാൻ പറ്റും. ഓപ്പോസിറ്റ് ആണെങ്കിൽ കിടന്ന് കൈയിട്ടടിക്കത്തതേ ഉള്ളൂ എന്നുള്ളതിന്റെ മാർക്കറ്റ് വേർഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ പോയിട്ട് നോക്കാം. ഓക്കെ, സോ ബേസിക്കലി അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് നമ്മൾ ഫേസ് ഓണിൽ പഠിച്ച എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഒരു ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റ് പോകുന്നത് ഈ ഒരു ഹയർ ഹൈ, ഹയർ ലോ എന്നുള്ളൊരു ഫോർമേഷനിലായിരിക്കും. ഒരു ബെയറിഷ് ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ലോവർ ലോ, ലോവർ ഹൈ എന്നുള്ള ഒരു ഓർഡർ ഫ്ലോയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രെൻഡിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. സോ ഈ ഒരു ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്യാം. എനിക്ക് ഒരാളെ വേണം, നമ്മുടെ ഷോൺറോ. ഇവിടെ മാർക്കറ്റ് ഏത് രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഒരു ഏരിയയിൽ ഈ ഒരു പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ട് വന്നത്? അവിടെ ഒരു ലോവർ ലോ, ലോവർ ഹൈ ആയിട്ട് പോയിരുന്നു. ലോവർ ലോ, ലോവർ ഹൈ എന്നുള്ള രീതിയിൽ ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോയിലാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത് അല്ലെ? ആ, ഈ ഒരു പോയിന്റിൽ എന്താ സംഭവിച്ചത് ഷോൺറോ? ഈ ഒരു പോയിന്റില് ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യും. അതായത് മാർക്കറ്റ് ഇവിടെ ഒരു ലോവർ ലോ, ലോവർ ഹൈ എന്നുള്ള രീതിയിലാണ് വന്നത്. ഇവിടെ ഒരു ലോവർ ലോ ഫോം ചെയ്തു, ഒരു ലോവർ ഹൈ വന്നു. ഈ ഒരു ലോവർ ലോയിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി അല്ലെ? അതെ അതെ. ഇത് ശരിക്കും സ്വീപ്പ് ആയോ ഈ ഒരു പോയിന്റില്? കഴിഞ്ഞ ലോവർ ലോയെ ബ്രേക്ക് ചെയ്തതായിട്ട് പോയിട്ടുണ്ടല്ലോ. ബ്രേക്ക് ചെയ്ത് താഴെ പോയി, എന്നിട്ട് ഒരു സ്വിംഗ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഇതൊരു സ്വീപ്പ് ആയെന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ? ഇത് ടൈം ഫ്രെയിം ഏതുവാ? 1 hour ആവാം, 1 day ആവാം, 5 minute ആവാം, വാട്ട് അവർ എന്തും ആയിക്കോട്ടെ. ഇവിടെ ബെയറിഷ് ഓർഡർ ഫ്ലോ, ഇത് ഇത്രയും നേരം മാർക്കറ്റ് ബെയറിഷ് ആയിട്ടാണല്ലോ വന്നത്. ഈ ഒരു ലാസ്റ്റ് ലോയിനെ മാർക്കറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്ത് വേണമെങ്കിൽ ഇവിടെ വരെ മുകളിൽ വരെ പോയെന്ന് വിചാരിക്കും, ഈ ഒരു പോയിന്റ് വരെ. ഇതൊരു സ്വീപ്പ് ആണെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുമോ?
പറഞ്ഞോ. ലാസ്റ്റ് ആയിട്ട് ലോവർ ലോ ഉം. താഴെ പോയ ആയിട്ടല്ലേ ഇൻസെർട്ട് ചെയ്യണ്ടേ? ഓക്കെ, നമ്മുടെ ജിതിൻ ബ്രോ ഇതൊരു സ്വീപ്പ് ആയോ? അത് സ്വീപ്പ് ആണെങ്കിൽ അവിടുത്തെ ഹൈ ബ്രേക്ക് ചെയ്യണ്ടേ? എക്സാക്ട്ലി, വെരി ഗുഡ് ബ്രോ. ഷോൺ ബ്രോ, മാർക്കറ്റ് ഒരു ലോവർ ലോ, ഒരു ലോവർ ഹൈ, ഇവിടെ ഒരു ലോവർ ലോ ഫോം ചെയ്ത് ഇൻ കേസ് ഇത് ഒരു സ്വീപ്പ് എന്ന് പറയുമ്പോൾ എന്താ, മാർക്കറ്റ് ഈ ഒരു താഴത്തെ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്തില്ല. മാർക്കറ്റ് മേ ബി ഇവിടെ ഒരു ലോവർ ഹൈ ഫോം ചെയ്തിട്ട് വീണ്ടും താഴോട്ട് പോവാം. സോ എപ്പോഴും മാർക്കറ്റ് ഒരു സ്വീപ്പ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓർഡർ ഫ്ലോ എന്താ ഷോൺ ബ്രോ? മാർക്കറ്റ് ഇത്രയും നേരം വന്നുകൊണ്ടിരുന്ന ഏത് ഓർഡർ ഫ്ലോയിലായിരുന്നു? ഈ ഒരു ലെവലിൽ ഇത്രയും വരെ ബെയറിഷ് ഓർഡർ ഫ്ലോ ആണ്. ഈ ബെയറിഷ് ഓർഡർ ഫ്ലോയുടെ ലാസ്റ്റ് ഹൈ എവിടെ വരുന്നത്? ഒരു ലാസ്റ്റ് ലോവർ ഹൈ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഹൈ സ്വിംഗ് ഹൈ എവിടെ വരുന്നത് ഈ ഒരു ഓർഡർ ഫ്ലോയില്? രണ്ടാമത്തെ ഹൈ ഇത് അല്ലേ? ഇതിനെയാണ് നമ്മളൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ MSS എന്ന് വിളിക്കുന്നത്. MSS തന്നെ ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എക്സ്റ്റേണൽ ആണ്. അതെന്താന്ന് ഞാൻ പറയാം. ഇതിനെയാണ് നമ്മളൊരു MSS അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ഇതിനെ മാർക്കറ്റ് ഇന്റൻഷനലി, അതായത് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്താലായിരിക്കും നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? നേരത്തെ ജിതിൻ ബ്രോ പറഞ്ഞ പോലെ ഓർഡർ ഫ്ലോ ചേഞ്ച് ആയെന്ന് പറയാൻ പറ്റുന്നത്. ഒന്നുകൂടെ ഷോൺ ബ്രോ, എല്ലാവരോടും കൂടാണ്. മാർക്കറ്റ് ഇവിടെ ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോയിലായിരുന്നു. മാർക്കറ്റ് ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോയിൽ മാർക്കറ്റ് ഒരു ലോവർ ലോ ലോവർ ഹൈ എന്നുള്ള രീതി വന്നു. അവസാനമായിട്ട് ഒരു ലോവർ ലോ ഇവിടെ സ്വീപ്പ്, ഒരു മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു സ്വിംഗ് ഹൈ, ഈ ഒരു ഓർഡർ ഫ്ലോയിൽ ഒരു ലോവർ ലോ ലോവർ ഹൈ കാണുമല്ലോ. ഈ ലോവർ ഹൈനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഈ ഓർഡർ ഫ്ലോ ചേഞ്ച് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്ഷയ് ബ്രോ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ MSS എന്ന് വിളിക്കാം. ഇവിടെ ഓർഡർ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ടും ബുള്ളിഷ് ആയെന്ന് പറയാൻ പറ്റുമോ? അതായത് ഈ ഒരു MSSനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ജിതിൻ ബ്രോ കംപ്ലീറ്റ് ആയിട്ട് ഓർഡർ ഫ്ലോ റിവേഴ്സ് ആയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ എന്ന് വെച്ചാല് അതായത് ഈ ഒരു പോയിന്റ് വരെ ഫോം ആയി. ഇപ്പൊ മാർക്കറ്റിൽ ഞാൻ അല്ലെങ്കിൽ ബ്രോ വരുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ഫോർമേഷൻ വന്ന് ഈ MSSനെ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ട് ഡിസ്പ്ലേസും ചെയ്തെന്ന് വിചാരിക്കും. സ്റ്റിൽ ഇതൊരു 100% റിവേഴ്സൽ ആയി കാണുമോ? ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് വെച്ചാല് MSS കിട്ടി. പിന്നെ സെക്കൻഡ് ടൈപ്പില് ഒന്നുകൂടി റിവേഴ്സിൽ വന്നിട്ട് നമ്മൾ സോൺസുകൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ പറ്റുമോ? എക്സാക്ട്ലി ബ്രോ. സോ ഇത് നമുക്ക് കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ഇതിപ്പം ഇത് ലോവർ ടൈം ഫ്രെയിം ആണെങ്കിൽ ഇത് കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു ഹൈ ടൈം ഫ്രെയിം ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു MSSനെ മാർക്കറ്റ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ബട്ട് സ്റ്റിൽ ഇതൊരു കംപ്ലീറ്റ് ഓർഡർ ഫ്ലോ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, മാർക്കറ്റ് മേ ബി സ്റ്റിൽ മാനിപ്പുലേഷൻസ് നടത്താം. ഈ പറയുന്ന പോലെ മുകളിൽ വരെ പോയിട്ട് വീണ്ടും മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് പോകാം. സോ ഇതൊരു 100% ഒരു റിവേഴ്സൽ ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഒരു MSSനെ ബ്രേക്ക് ചെയ്യുക. അതായത് ഈ ഒരു ലോവർ ലോ ലോവർ ഹൈ, ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു എന്ന് പറയുന്ന ഷോൺ ബ്രോ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇവിടെ നമുക്കൊരു ഒരു 70% കൺഫർമേഷൻ എടുക്കാം. 100% ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള ഫോർമേഷനെ മാറ്റി ഒരു ഹയർ ലോ ഒരു ഹയർ ഹൈ ഫോം ചെയ്ത് ഇവിടെ ഒരു ഹയർ ഹൈ ഫോം ചെയ്ത് മാർക്കറ്റ് തിരിച്ചു വരുന്നു. ഈ ഒരു ഡയറക്ഷനിൽ മേ ബി ഇവിടെ ചിലപ്പോൾ ഒരു ബുള്ളിഷ് FEG ചിലപ്പോൾ ഫോം ആയിട്ടുണ്ടാവാം. ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, മൾട്ടിപ്പിൾ ലിക്വിഡിറ്റീസ് ഉള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ മാർക്കറ്റ് ഈ ഒരു ഹയർ ഹൈ ഫോം ചെയ്ത് ഈ ഒരു ഹയർ ലോ വന്ന് ഈ ഒരു സ്വിംഗ് പോയിന്റ് ഉണ്ടല്ലോ ഇതിനെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് 100% പറയാൻ പറ്റും മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ആയെന്ന്. സോ ഈ രണ്ടാമത് ബ്രേക്ക് ചെയ്തതിനെ നമുക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്ന് വിളിക്കാം. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, BOS എന്ന് ഷോർട്ട് ഫോം വിളിക്കാം. പിന്നീട് ബ്രേക്ക് ആവുന്ന എല്ലാം നമുക്ക് ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓർഡർ ഫ്ലോ ചേഞ്ച് ആയെന്ന് പറയാം. ഇതൊരു ബുള്ളിഷ് ഓർഡർ ഫ്ലോയുടെ ഒരു റെപ്രസെന്റേഷൻ ആണ്. നിങ്ങളതായിട്ടുള്ള ഡ്രോയിങ് വരയ്ക്കാം. ബുള്ളിഷ് ഓർഡർ ഫ്ലോ ഇട്ടിട്ട് ഈ രീതിയിൽ ബെയറിഷ് ആണ് വന്നത്. ബെയറിഷ് വന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഫോർമേഷൻ ഈ ലോവർ ലോയിനെ ബ്രേക്ക് ചെയ്ത് ആ ഫോർമേഷന്റെ ലാസ്റ്റ് ലോവർ ഹൈനെ സ്ട്രോങ് ആയിട്ട് വിത്ത് ഇന്റൻഷൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുന്ന സമയത്ത് ഇവിടെ എന്ത് ഫോമായി? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഫോമായി. മാർക്കറ്റിന്റെ സ്ട്രക്ചർ ചേഞ്ച് ആയെന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടി. അതിനുശേഷവും മാർക്കറ്റ് ആ ഒരു
ഹയർ ഹൈ വന്നു, ഒരു ഹയർ ലോ ഫോം ചെയ്ത് വീണ്ടും ആ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ സംഭവിച്ചു, മാർക്കറ്റ് ഓർഡർ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സൽ ആയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ബുള്ളിഷ് ഓർഡർ ഫ്ലോയുടെ സിനറിയാണ്. ഈ ഗ്രാഫ് ബുക്കിനകത്ത് വേണം, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെ നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. രാഹുൽ ബ്രോ, യെസ് ബ്രോ. യെസ് ബ്രോ, മാർക്കറ്റിലുണ്ടോ? മാർക്കറ്റിലുണ്ട്. ഇന്ന് എടുക്കാൻ നിന്നില്ല. ഇന്നലത്തോട് കുറച്ചധികം പഠിച്ചു. ഇന്നലെ ഇന്നലെ ആ, ഇന്നലെ എത്ര സത്യം പറയും മോശം ഇന്നലെ ചെയ്തു. പക്ഷെ ഞാൻ ഇന്നലെ ഞാൻ മറന്നിരിക്കുവായിരുന്നു പറഞ്ഞതാണ്. ഇന്നലെ ഇന്നലെ ഇന്നലത്തെ ഉണ്ടായ സംഭവം എന്താ ബ്രോ? ഇന്നത്തെ ഞാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് സത്യം പറയാലോ പേഷ്യൻസിന് വന്നോണ്ടിരിക്കും. ഞാൻ അവിടെ നിന്നിട്ട് ഫുള്ള് പ്ലാനിങ് ആയിരുന്നു. ഫുള്ള് പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോണേക്കാളും മുന്നേ പ്ലാനിങ് കിട്ടി. വീട്ടിലേക്ക് എത്തിയപ്പോ സംഭവം കൊള്ളാലോ. കൗണ്ടർ ട്രേഡ് ആയാലും കുഴപ്പമില്ല. എന്തായാലും 1:2 കിട്ടും ഞാൻ എടുത്ത് 1:3 വരെ പോയി. മുക്കാന്ന് വെച്ചാ 1:3 വരെ പോയി. ഷാരൂൺ ബ്രോ എന്നിട്ട് എന്റെ അടുത്ത് വേറെ പലക്കെ പറഞ്ഞിരുന്നു. അതായത് പാസിന് ബുക്ക് ചെയ്യാം. ഈ പാസിന് ബുക്ക് ചെയ്യുന്ന ആവശ്യമില്ല, അത് 1:2 എന്തായാലും പോകും. പക്ഷെ അവർക്ക് പണി കിട്ടി. ഞാൻ മറന്നിരിക്കുവായിരുന്നു ഇന്നലെ. പക്ഷെ അരുൺ ബ്രോ ഒന്ന് എസ് അടിച്ച്, എനിക്ക് രാഹുൽ ബ്രോ ഇന്നലെ എസ് അടിച്ച്. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, രണ്ടാള് മാത്രം. രണ്ടുപേരും അത് ഉണ്ടായിരുന്നത്. മണ്ടത്തരാ. ഈ സെയിം ഓർഡർ ഫ്ലോ ഒന്നാമത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾ രാവിലെയൊക്കെ നമ്മളെ മാർക്കറ്റിനകത്ത് ഷെയർ ചെയ്ത പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ ഒരു പക്ക ബുള്ളിഷ് ആണ്. പക്ഷെ മാർക്കറ്റ് താഴോട്ട് വരുന്നു. അവിടെ ഈ പറയുന്ന ഓരോ ആ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡ്, അതായത് മാർക്കറ്റ് ഈ പറയുന്ന പോലെ മന്ത് ആണ്, വീക്കെൻഡ് ആണ്, മാർക്കറ്റ് താഴോട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് അത് വെറുതെ അല്ലാതായിട്ട് ക്ലിയർ ഇന്റൻഷൻ വളരെ ഞാന് സ്ട്രോങ് ആയിട്ട്. എടുക്കണേക്കാട്ടില് മുന്നേ ഞാൻ ഈ എന്റെ എടുക്കണേക്കാൾ മുന്നേ ജസ്റ്റ് മുന്നേ ഒരു സെൽ എൻട്രി പ്ലോട്ട് ചെയ്ത് വെച്ചിരുന്നു. എന്റെ പ്ലസ് സെറ്റപ്പ് ആയിരുന്നു. അത് ഓ, എടുത്തില്ല. അത് നമ്മുടെ അത് നമ്മുടെ 1:16 സനീഫ് പോയി. ബ്രോ എടുത്തത് അത് കിട്ടില്ല സനീഫ് എൻട്രി ബ്രോ ആയിരുന്നു. എടുത്ത് അത് കിട്ടില്ല എൻട്രി ആയിരുന്നു. 1:16 പോയി. അത് 1:16 പോയി. അത് ട്രൈ 1:16 ട്രയൽ ഈസി ആയിട്ട് ട്രയൽ ചെയ്ത് പോയിരുന്നു. 1:2 എത്തിയതിനു ശേഷം ഓരോ സിംഗ് ഹൈയിൽ വെച്ചാലും നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് കിട്ടില്ല എൻട്രി ആയിരുന്നു. അതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് പക്ഷെ അല്ല, ഞാനത് ഇന്നലത്തെ എൻട്രി ഇന്നലത്തെ എൻട്രിയില് ലൈക് മെയിൻ ആയിട്ട് ചാടി പിടിച്ച് വളർത്തുകയാണെങ്കിലും, പക്ഷെ പെട്ടെന്ന് നോക്കിയപ്പോൾ 4 അവർ 1 അവർ റെഫീജ് ഉണ്ടായിരുന്നു. പ്ലസ് ഒരു ലോന്റെ ഒരു സ്വീപ്പും കണ്ടിരുന്നു. അപ്പൊ ഞാൻ അതല്ല ഓക്കെ. പക്ഷെ 5 മിനിറ്റ് ഓർഡർ ഫ്ലോ നിന്നു. പക്ഷെ അതല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഷരൂൺ ബ്രോ എടുത്താൽ 5 മിനിറ്റ് ഓർഡർ ഫ്ലോ ചേഞ്ച് ആയില്ല. 5 മിനിറ്റ് ഓർഡർ ഫ്ലോ ചേഞ്ച് ആയില്ല. 5 മിനിറ്റ് MSS കിട്ടി. നമ്മൾ പണ്ടത്തെ അതായത് MSS അല്ല ഞങ്ങള് നോക്കിയത്, ഇന്റേണൽ ആണ് നോക്കിയത്. എക്സ്റ്റേണൽ നോക്കിയില്ല. എക്സാക്ട്ലി. അതായത് അത് ഇന്റേണൽ നോക്കി എടുക്കാം. എക്സ്റ്റേണൽ എപ്പോഴാ? നോക്കിയില്ല. അല്ല, ഇന്റേണൽ നോക്കി എടുക്കാം. എപ്പോഴാ? പ്രോട്രെൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല, എടുക്കാം. ഇത് പക്ഷെ കൗണ്ടർ ട്രേഡ് ആണ് എടുക്കുന്നത്. അപ്പൊ മസ്റ്റ് ആയിട്ടും 5 മിനിറ്റിന്റെ ഓർഡർ ഫ്ലോ വന്നേക്ക് ആ ഹൈ സ്വീപ്പ് ചെയ്തു. അത് മേക്ക് ഷുവർ ചെയ്താൽ ചിലപ്പോൾ എടുക്കത്തില്ലായിരിക്കും. മേ ബി റീപ്രൈസ് ആവാം, അല്ലെങ്കിൽ എടുക്കത്തില്ലായിരിക്കാം. എടുക്കരുത്. അത് ആക്ച്വലി 50 മിനിറ്റ്സിൽ പക്കതാണ്. 50 മിനിറ്റ്സത്തെ MSS അത്. ആ ഒരു കൺഫർമേഷൻ കൂടി നോക്കിയാൽ മതിയായിരുന്നു. അതായത് MSS നോക്കാനായിട്ട്. പക്ഷെ നടന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ തൊട്ട് കുറെ പ്ലാനിങ്ങിലായിരുന്നു ഞാൻ. ഇന്നലെ തൊട്ട് കുറെ പ്ലാനിങ്ങിലായിരുന്നു ഞാൻ. ഹോസ്പിറ്റലിൽ നിന്നിട്ട് പ്ലാനിങ് ആയിട്ട് വീട്ടിലെത്തി. രാഹുൽ ബ്രോ എല്ലാം പ്രജ്വൽ ബ്രോ ആയിട്ട് മറ്റേ പടക്കളത്തിനകത്ത പോലെ എന്തോ സാധനം. പണ്ട് പ്രജ്വൽ ബ്രോ ഇങ്ങനെ, ഇപ്പൊ പ്രജ്വൽ ബ്രോ ഒക്കെ എന്ത് നല്ല തങ്കപ്പെട്ട ട്രേഡർ ആയിരുന്നു അറിയാം. യെസ്, പ്രജ്വൽ ബ്രോ ഒക്കെ ട്രേഡ് എടുത്തിട്ട് എനിക്കൊന്ന് 2-3 ആഴ്ചയായിരുന്നു. പ്രജ്വൽ ബ്രോ നല്ല ആഴ്ച വന്നാലും ഞാൻ ഇത് ഞാനല്ലേ എന്നെ തരൂ. മിലൻ എഴുതിയോ? എഴുതി. മുദസ്സിർ ബ്രോ, സാവിയോ ബ്രോ എഴുതിയോ? ഓക്കെ. സോ മിലൻ, ഈ ഒരു രണ്ടാമത്തെ എല്ലാരും ഈ ഒരു സ്ട്രക്ചറിലോട്ട് വരിക. ഇവിടെ മാർക്കറ്റ് ഏത് ഓർഡർ ഫ്ലോയിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഒരു ഏരിയയില് ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ.
സോ അപ്രനാമം ഒരു ഹയർ ലോ ഫോർമേഷനിലായിരുന്നു. സോ മാർക്കറ്റ് ഇവിടെ ലാസ്റ്റ് ഒരു ഹയർ ഹൈ ഫോം ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നമ്മൾ ഈഗർലി വാച്ചിങ് ആണ്. ഈ ഒരു ഓർഡർ ഫ്ലോ, ഈ ഒരു മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ ചേഞ്ച് ആയെന്നുള്ളതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴായിരിക്കും ശ്രീരാഗ് ബ്രോ നമുക്ക് കിട്ടുന്നത്? ഈ ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ബെയറിഷ് ആണ് എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം എന്ത് കിട്ടണം നമുക്ക്? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്. ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്ന എപ്പോഴായിരിക്കും? അതിന്റെ ആ ഹയർ ലോനെ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ഇതൊരു ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക, അതായത് MSSനെ ബ്രേക്ക് ചെയ്യാന്ന് നമ്മൾ പറയും. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരുമ്പോഴായിരിക്കും ഇതൊരു സ്വീപ്പ് ആവുന്നത്. അതുവരെ നമുക്ക് സ്വീപ്പ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല. മേ ബി അത് ഇവിടെ വരെ വന്ന് ചിലപ്പോൾ മുകളിലോട്ട് തന്നെ പോവാം, ബുള്ളിഷ് ആയിട്ട് തന്നെ പോവാം. ഇതൊരു സ്വീപ്പ് ആവുന്നത് എപ്പോഴും ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ആവുന്നത് ആ ഓർഡർ ഫ്ലോയിന്റെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിനെ, അതായത് ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട്, ഇവിടെ ഒരു സ്ട്രോങ് ബോഡി ക്ലോസ് വേണം. ജസ്റ്റ് ഒരു വിക്ക് ആണെങ്കിൽ കൺസിഡർ ചെയ്യരുത്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡി ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് MSS ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്വീപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരു 70% നമുക്ക് ഈ ഒരു സ്വീപ്പ് ആയെന്നുള്ളത് ഉറപ്പിക്കാം. 100% നമ്മൾ ഉറപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ലോവർ ലോ, ഇവിടെ ഒരു ലോവർ ഹൈ, ഈ ഒരു ലോവർ ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആയി മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ എന്തായെന്ന് പറയാൻ പറ്റും നമുക്ക്? ശ്രീരാഗ് ബ്രോ, റിവേഴ്സ് ആയി എന്ന് പറയാൻ പറ്റും. റിവേഴ്സ് ആയി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആയി എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ ഇതിന്റെയും കൂടി ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചോ. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡെഫിനേഷനും കൂടെ കൊടുത്തോ. ഇതൊരു ബെയറിഷ് ഓർഡർ ഫ്ലോയുടെ എക്സാമ്പിൾ. നമ്മുടെ നിങ്ങൾ ജൂലൈ ബാച്ച് എഴുതിക്കോടെ. നമ്മൾ പണ്ട് നമ്മുടെ വിജയോന്മുഖത്തിൽ ഓർഡർ ഫ്ലോ പഠിച്ച സമയത്ത് ആ സമയത്ത് കോമൺ ആയിട്ട് കുറെ പേര്, എനിക്ക് അഗീത് ബ്രോ ഒക്കെ ആ സമയത്ത് കോമൺ ആയിട്ട് വരുത്തിക്കൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ എനിക്കൊന്ന് അന്നത്തെ സെഷനിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ സമയത്ത് ഇപ്പൊ നമുക്കൊരു 1 അവറിൽ ഒരു മേജർ ലെവൽ കിട്ടി. അഗീ ബ്രോ, നമുക്കിപ്പോ 1 അവറിൽ ഒരു സിബി ലെവൽ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെവൽ കിട്ടി. മാർക്കറ്റ് ആ ലെവലിലോട്ട് റീപ്രൈസ് ആകുന്ന സമയത്ത് ഏഷ്യൻ സെഷനിൽ ഫോം ചെയ്തിട്ടുള്ള മേ ബി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ നമ്മുടെ ഏതെങ്കിലും ഒരു എൻട്രി മോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചിട്ട് എൻട്രി എടുക്കുന്ന ഒരു പരിപാടി ആ സമയത്ത് ഉണ്ടായിരുന്നു. എനിക്ക് കുറെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്. നമുക്ക് അവിടെ കുറെ എസ്. അപ്പൊ അന്ന് ഞാൻ ജസ്റ്റ് നമ്മുടെ അന്നത്തെ ക്ലാസ് ഒന്ന് റീക്യാപ്പ് കണ്ടപ്പം അവിടെ സെയിം പ്രശ്നമല്ല. അതായത് മാർക്കറ്റിന് 1 അവർ ഓക്കെ ഒരു മേജർ ലെവൽ എത്തി, പക്ഷെ 5 മിനിറ്റ് ഓർഡർ ഫ്ലോ ചേഞ്ച് ആയോ ഇല്ലയോ എന്നുള്ളത് കൺഫർമേഷൻ ഇല്ലാണ്ട് ആ സമയത്ത് കുറെ ട്രേഡ് എടുക്കുന്നുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അഗി ബ്രോ? യെസ്. അപ്പൊ നമ്മൾ ഹയർ ടൈം ഫ്രെയിം നോക്കുന്നുണ്ട്. ഹയർ ടൈം ഫ്രെയിമിൽ എന്തോ ബ്രോ അതിന്റെ മിസ്റ്റേക്ക് ആണ് ഇപ്പൊ ഫണ്ടഡ് ലോ ആയിട്ട് നിൽക്കുന്നത്. ആ സമയത്ത് കുറച്ചധികം SLകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. യെസ്. ഹയർ ടൈം ഫ്രെയിം ഒക്കെയാണ്, മാർക്കറ്റ് ഒരു മേജർ ലെവൽ എത്തി, പക്ഷെ ലോ ടൈം ഫ്രെയിമിൽ കോമൺ ആയിരുന്നു ഏഷ്യൻ സെഷനിൽ ഫോം ചെയ്ത ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ, അല്ലെങ്കിൽ ന്യൂയോർക്ക് ആണെങ്കിൽ ലണ്ടനിൽ ഫോം ചെയ്ത, അങ്ങനെ ചിലപ്പോ പ്രോഫിറ്റ് ആവാം, പക്ഷെ ചിലപ്പോ SL അടിച്ചിട്ടായിരിക്കും ചിലപ്പോ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ. യെസ്. സോ ജൂലൈ ബാച്ച് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. ഓക്കെ, നമുക്കെന്നാ ജസ്റ്റ് ഒന്ന് ബ്രോ, നമ്മളെ ഈ ഓർഡർ ഫ്ലോ നോക്കുന്നത് ലോവർ ടൈം ഫ്രെയിമിലാണോ? എല്ലാ ടൈം ഫ്രെയിമിലും നമ്മൾ നോക്കും. 1 ഡേ എല്ലാ ടൈം ഫ്രെയിമിലും നമുക്ക് അറിയണം മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ എന്താണെന്നുള്ളത്. ഹയർ ടൈം ഫ്രെയിമിന്റെ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കുന്നത്? നമ്മൾ ഹയർ ടു ലോവർ ആണ്. നമ്മൾ ഇന്നത്തെ സെഷനിലെ സെക്കൻഡ് ഹാഫ് നമ്മൾ പഠിക്കുന്ന ടൈം ഫ്രെയിം അലൈൻമെന്റ് ആണ്. നമ്മൾ പഠിക്കുന്ന എല്ലാ ടൈം ഫ്രെയിമിലും മാർക്കറ്റിന്റെ ഒഴുക്ക് എങ്ങോട്ടാണെന്ന് അറിയണം. വലിയ പിക്ചർ ഉള്ളപ്പം ഇപ്പൊ 1 ഡേ ആ പിക്ചറിനെ നമ്മൾ ലോവറുമായിട്ട് അലൈൻ ആവുന്നുണ്ടോ എന്ന് നോക്കുക. പക്ഷെ മോസ്റ്റ്ലി നമ്മുടെ അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർഡർ ഫ്ലോ നോക്കുന്ന ടൈം ഫ്രെയിം ആണ്. എല്ലാ ടൈം ഫ്രെയിം ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 1 അവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് അനുസരിച്ച്. സോ യൂറോ USD നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഇന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യണം, ഇന്നും നാളെ ആയിട്ട്. ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഒരു 1 അവറിലാണ്. 1 അവറിൽ കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റ് ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോ ആയിരുന്നു. കാരണം എന്താ? മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഹയർ ഹൈ, ആ ഒരു ലോവർ ഹൈ, ഒരു ലോവർ ലോ, ഈ ഒരു ഫോർമേഷനിലാണ് മാർക്കറ്റ് ക്ലിയർ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അൺടിൽ ആൻഡ് അൺലെസ് ഈ ഒരു പോയിന്റ് വരെ. ഇപ്പൊ ഞാൻ നേരത്തെ വരച്ച ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫിന്റെ കറക്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ
ഒരു ലോവർ ഹൈ എന്നുള്ള രീതിയിലാണ് ഈ യൂറോ USD മൂവ് ചെയ്തത്. ഇവിടെ മാർക്കറ്റ് ലാസ്റ്റ് ഒരു ലോവർ ലോ ഫോം ചെയ്തു. ഇവിടെ ഇവിടെ ഒരു ലോവർ ലോ ഫോം ചെയ്തു, ഒരു ഹൈ ഫോം ചെയ്ത് ഇവിടാണ് അവസാനമായിട്ട് ഒരു ലോവർ ലോ ഫോം ചെയ്തത് അല്ലെ? കാരണം അതിനു മുമ്പ് ബാക്കി ഓരോ ലോവർ ലോ ഫോം ചെയ്തു, ഒരു ലോവർ ഹൈ പോവും, അതിന് താഴെ വീണ്ടും ഒരു ലോവർ ലോ വരും. ഇതാണ് മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാത്ത ലാസ്റ്റ് ആയിട്ട് വന്നൊരു ലോവർ ലോ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ലെവൽ വരുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്ത് വെക്കും. ഇതൊരു സ്വീപ്പ് ആയിട്ടുണ്ടോ ഷോൺ ബ്രോ ഈ ഒരു പോയിന്റിൽ? ഇല്ല, അവിടെ ആയിട്ടില്ല. ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കും മേജർ ആയിട്ട് നോക്കുന്നത്? ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? അതിന് മുമ്പത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഈ ഒരു കേസിൽ ഇതൊരു റയർ കേസാണ്. മാർക്കറ്റിൽ ഇവിടെ ഒരു ഹൈ ന്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ പറയുന്ന ക്യാൻഡിൽ ഇത്രയും വന്നു. നമുക്ക് വേണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം, പക്ഷെ ആ ഒരു ന്യൂസിന്റെ ഇമ്പാക്ട് ആയതുകൊണ്ട് അത് കൺസിഡർ ചെയ്തില്ല. ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോർമേഷൻ നോക്കുവാണെങ്കിൽ ഈ ഒരു ഹൈ ആണ് ഒരു ലോവർ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്തത്. അതൊരു സ്വിംഗ് ഹൈ ആണ്, കാരണം ഇടതുള്ള അല്ലെങ്കിൽ വലതുള്ള ക്യാൻഡിലിനെ അത് റെസ്പെക്ട് കൂട്ടാണ്ട് ഒരു സ്വിംഗ് ഹൈ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്യാൻഡിൽ നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ അതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ മാർക്കറ്റ് ഷിഫ്റ്റ്, അതായത് ഈ ഒരു ഡൗൺ ബെയറിഷ് ഓർഡർ ഫ്ലോയിലെ ഒരു ലാസ്റ്റ് ലോവർ ഹൈ ആയിട്ട് ഞാൻ അതിനെ കൺസിഡർ ചെയ്തു. ഓക്കെ. സോ ഈ ഒരു MSSനെ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും എന്താവുന്നത് ഷോൺ ബ്രോ? ഒരു സ്വീപ്പ് ഉണ്ടായിരുന്നു പറയാം. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്വീപ്പ് ആണെന്നും ആ സ്വീപ്പിന് ശേഷം ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ആണെന്നും ആ സ്വീപ്പിന് ശേഷം മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ ചേഞ്ച് ആയെന്നുള്ളതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ MS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടക്കുന്ന സമയത്ത്. സോ ഇവിടെ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് ഒരു അപ് ക്ലോസ് ക്യാൻഡിൽ വന്നിട്ട് തന്നെയാണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് തന്നെയാണ് മാർക്കറ്റ് അവിടെ ക്ലോസ് ആയത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഹയർ ഹൈ, ഇതൊരു ഹയർ ലോ, ഇതൊരു ഹയർ ഹൈ ഫോം ചെയ്തു. അതിനുശേഷം എന്ത് വേണം? നമുക്ക് മാർക്കറ്റ് താഴോട്ട് വരും. എന്തിനാ വരുന്നത്? ഇവിടെ ഇതെന്തായിരിക്കും ഷോൺ ബ്രോ? ഒരു FPG ആണ്. ഒരു ബുള്ളിഷ് FPG ഉണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്ത്? മാർക്കറ്റ് ആ ഒരു ഹയർ ഹൈ ഫോം ചെയ്തതിനു ശേഷം റീപ്രൈസ് ചെയ്ത് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഈ FPGയിലോട്ട് റീപ്രൈസ് ചെയ്തു. അവിടെ എന്ത് ഫോം ചെയ്തു? ഈ ഒരു ലോയിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും ഷോൺ ബ്രോ? ഒരു ഹയർ ലോ ഫോം ചെയ്തു. സോ വിച്ച് മീൻസ് ഇതൊരു പ്രോപ്പർ ലോ ആയി. കാരണം ഇതിനെ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയെന്ന് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? അണ്ടിൽ ആൻഡ് അൺലെസ് ഈ ഒരു ലോയിനെ താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ബുള്ളിഷ് അല്ല, മാർക്കറ്റ് സ്റ്റിൽ ഒരു ബെയറിഷ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വേറൊരു ലോ ഫോം ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലോട്ട് വിത്ത് ക്ലിയർ ഇന്റൻഷൻ മാർക്കറ്റ് മൂവ് ചെയ്തു. സോ ഈ ഒരു ലാസ്റ്റ് ഹൈ ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ സംഭവിച്ചു. പിന്നീട് ഈ പറയുന്ന പോലെ ഓരോ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്ന് മാർക്കറ്റ് ക്ലിയർ ആയിട്ട്, ഇത് കഴിഞ്ഞ ആഴ്ചയിലെല്ലാം ഈ പറയുന്ന ഓരോ റീപ്രൈസിൽ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു ലോവർ ടൈം ഫ്രെയിമിൽ. മാർക്കറ്റ് ഈ പറയുന്ന പോലെ മുകളിൽ പോവും, ആ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യും, താഴോട്ടൊരു റീപ്രൈസ്മെന്റ് വരും, എൻട്രി എടുക്കും, നമ്മൾ വീണ്ടും മാർക്കറ്റ് പോകും. ഈ ഫോർമേഷനിലാണ് കഴിഞ്ഞ ആഴ്ച മൊത്തം മാർക്കറ്റ് മൂവ് ചെയ്തത്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇവരുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് വീക്ക് ആയിരുന്നു. കാരണം എന്താ? മാർക്കറ്റ് ക്ലിയർ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഡർ ഫ്ലോ നമ്മുടെ മുമ്പിൽ തന്നു. ഇത് എപ്പോഴും അലൈൻഡ് ആയിട്ട് വരത്തില്ല, എപ്പോഴും. അതായത് 1 ഡേയും 1 അവറും എല്ലാം അലൈൻഡ് ആയിട്ട് ഒരിക്കലും അധികം വരാറില്ല. പക്ഷെ ഈ ഒരു കഴിഞ്ഞ വീക്ക് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ക്ലിയർ ആയിട്ട് ഒരു അപ് ട്രെൻഡിലോട്ട് മാറി, ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോയിലോട്ട് മാറി. അതിനുശേഷം മാർക്കറ്റ് ഫോം ചെയ്യുന്ന ഓരോ സ്വിംഗ് ലോസിനെയും പ്രൊട്ടക്ട് ചെയ്ത് ക്ലിയർ ബ്രേക്ക് ഔട്ട് തന്ന് മാർക്കറ്റ് മുകളിൽ പോയത്. ഓക്കെ. സോ ഇന്നലെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് വീണ്ടും ഈ ഒരു ഓർഡർ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുമെന്നായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ പറയുന്ന തിങ്കളാഴ്ച ഈ ഒരു വീക്കിലോട്ട് വരുന്ന സമയത്ത് അവിടെ റിവേഴ്സൽ സംഭവിച്ചു. അത് നമ്മുടെ ആരാ പറയുന്നത്? ജൂലൈ ബാച്ചിൽ നിന്ന് ഒരാൾക്ക് പറയാം. ആരെങ്കിലും ഒരാൾ ജസ്റ്റ് മൈക്ക് മ്യൂട്ട് ചെയ്താൽ മതി. ആ ഒരു ലാസ്റ്റത്തെ സ്വിങ് ലോയിനെക്കാട്ടില് താഴേക്ക് പോയി. അപ്പൊ അവിടെ ഒരു പുതിയ ലോ ക്രിയേറ്റ് ആയില്ലേ? എക്സാക്ട്ലി ബ്രോ, വെരി ഗുഡ് ബ്രോ. അതായത് മാർക്കറ്റ് കഴിഞ്ഞ വീക്ക് ക്ലിയർ ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു. സോ ഇവിടെ മാർക്കറ്റ് ഈ ഒരു ലോയിനെ മാർക്കറ്റ് ഇവിടെ സ്ട്രോങ് ആയിട്ട് ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിൽ, ഒരു ബെയറിഷ് ക്യാൻഡിൽ ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷെ അവിടെ വിക്ക് മാത്രമേ വന്നു. അതുകൊണ്ട് സ്റ്റിൽ ഞാൻ അതിനെ
ഒരു സ്വീപ്പ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ഓർഡർ ഫ്ലോ ചേഞ്ച് ആയെന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ മാർക്കറ്റ് എന്താ ഇവിടെ ചെയ്തത്? മാർക്കറ്റ് അതിനുശേഷം മാർക്കറ്റ് മുകളിൽ പോയി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? ഇതിനെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. പക്ഷെ മാർക്കറ്റ് ഇവിടെ ഹൈ ഫോം ചെയ്ത് അതിനുശേഷം ഇതാണല്ലോ ലാസ്റ്റ് ആ ഒരു ഓർഡർ ഫ്ലോയുടെ ലാസ്റ്റ് ഒരു ലോവർ ഒരു ഹയർ ലോ എന്ന് പറഞ്ഞ ഇതാണല്ലോ. അതിനെ മാർക്കറ്റ് ഇവിടെ വിത്ത് ക്ലിയർ ഇന്റൻഷൻ വളരെ സ്ട്രോങ് ആയിട്ട്, ചെറിയ രീതിയിലൊന്നുമല്ല, വളരെ സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് താഴോട്ടായിരുന്നു. ബ്രോ സോ പക്ഷെ അവിടെ റീപ്രൈസ് ചെയ്യാൻ വന്നിട്ടില്ലല്ലോ. റീപ്രൈസ് ചെയ്യാൻ പോലും മാർക്കറ്റ് വന്നില്ല. അത് അത്രയും വളരെ സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റ് താഴോട്ട് പോയത്. അതിന്റെ പല റീസൺസ് ഉണ്ട്. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് മന്ത് ആണ്. നമ്മൾ പഠിക്കും, മാർക്കറ്റ് സൈക്കിളിനകത്ത് പഠിക്കും. മന്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഓരോ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റീസ് ആണ്. മാർക്കറ്റ് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ടേക്ക് ഔട്ട് ചെയ്യാത്ത ലിക്വിഡിറ്റീസ് ഒക്കെ എടുക്കുന്ന മേജർ ടൈം ആണ് ഈ പറയുന്ന മന്ത് എന്ന് പറയുന്നത്. NFP വീക്ക് ആണ്. നമ്മൾ ഫണ്ടമെന്റലിനകത്ത് പറഞ്ഞല്ലോ, ഏറ്റവും ഹൈ ഇമ്പാക്ട് ആയിട്ടുള്ള ന്യൂസുകളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് NFP. ഈ വീക്ക് എന്ന് പറഞ്ഞാൽ NFP വീക്ക് ആണ്. ഹൈ മാനിപ്പുലേഷൻ ആയിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ടെക്നിക്കൽ വെച്ചിട്ടാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹയർ ലോ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ മാർക്കറ്റ് വിത്ത് ക്ലിയർ എന്താ പറയാ ഇന്റൻഷനോടുകൂടി മാർക്കറ്റ് താഴോട്ട് വന്നു. ഈ കാണുന്നതൊക്കെ എന്താ ഓരോ ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസുകളാണ്. ഈ പറയുന്ന പെൻഡിങ് ഓർഡേഴ്സ് ഒക്കെ ഉള്ള മേജർ ലിക്വിഡിറ്റി ഏരിയ ആണ് ഈ കാണുന്ന ഓരോ ലോസും. മാർക്കറ്റ് അതിനെല്ലാം ടേക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നിൽക്കുന്നത് ഒരു 1 ഡേ മേജർ ലെവലിലാണ്. ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഈസി ആയിട്ട് പോകത്തില്ല, കാരണം ഇത്രയും സെൽ ഓഫ് നടന്നു. സോ അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ച, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ വെബിനാർ ഗ്രൂപ്പിലാണെങ്കിലും നമ്മുടെ ലൈവ് വെബിനാറിലാണെങ്കിലും വളരെ ഡിഫെൻസീവ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ക്ലാരിറ്റി കിട്ടിയിട്ട് മാത്രം ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞത്. നമുക്ക് ഇവിടെ ഈ ഒരു ലൈവ് മാർക്കറ്റിൽ ഇപ്പൊ മാർക്കറ്റ് കറന്റ് ഇപ്പൊ നമുക്ക് ഇതിനെ ഒരു ക്ലിയർ ബെയറിഷ് ഓർഡർ ഫ്ലോ ആയിട്ട് എടുക്കാം. കാരണം ഒരു റീപ്രൈസ് വന്നില്ല, പക്ഷെ ഇത്രയും ഒരു മൊമെന്റം തന്നു. സോ അതിനെ നമുക്ക് ഈ പറയുന്ന ഓരോ ലോസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ നമുക്കൊരു ബെയറിഷ് ആണെന്ന് ഇപ്പൊ പറയാം. ഇതിനെ എങ്ങനെ നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ മാർക്കറ്റ് ഇവിടെ ഒരു ലോ ഫോം ചെയ്തു. കറന്റ് മാർക്കറ്റ് അതിനെ ഒരു സ്വീപ്പാണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, പക്ഷെ കറന്റ് മാർക്കറ്റ് അതിന്റെ താഴോട്ട് പോയിട്ടില്ല. ഓക്കെ, ആ ഒരു മൊമെന്റിൽ നമുക്ക് ഇവിടെ ഒരു പുതിയ ലോ, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ലോ ഫോം ചെയ്തു. ഈ ഒരു ഓർഡർ ഫ്ലോയുടെ MS എക്സ്റ്റേണൽ, മാർക്കറ്റ് സ്ട്രക്ചർ എക്സ്റ്റേണൽ എവിടെ ആയിരിക്കും? ജൂലൈ ബാച്ചിനോടാണ്. ഇതാണോ? വെരി ഗുഡ്. ലാസ്റ്റ് ഹൈ ആ ഓർഡർ ഫ്ലോയുടെ ലാസ്റ്റ് ഹൈ ഏതെങ്കിലും ഒരു ഹൈ. ഇതൊരു MS ഇന്റേണൽ ആണ്, എക്സ്റ്റേണൽ അല്ല. ആ ഓർഡർ ഫ്ലോയുടെ ലാസ്റ്റ് ഹൈ എന്ന് പറയുന്നത് ഇതാണ്. സോ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊരു MSS അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനുശേഷവും മാർക്കറ്റ് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ ഒരു റീപ്ലേസ്മെന്റ് തന്ന് ഈ ഒരു ഹൈനെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഹയർ ലോ തരുവാണെങ്കിൽ നമുക്കതൊരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ അതുവരെ നമ്മൾ വളരെ ഡിസിപ്ലിനോടുകൂടി വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഹയർ ടൈം ഫ്രെയിം 1 ഡേ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റിൽ ബുള്ളിഷ് ആണ്. 1 ഡേയിൽ യൂറോ USD ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് റാലി ആണ്. സോ അതുകൊണ്ട് തന്നെ 1 ഡേയും 1 അവർ അലൈൻഡ് ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ട്രേഡ് ചെയ്തത്. അപ്പൊ ഈ ആഴ്ച ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഈ പറയുന്ന ഒരു ബിസി ഉള്ള ലെവലാണ്. ആ ബിസി മൊത്തത്തെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മേജർ ലെവലിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത്. സോ മേ ബി ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോവാം. സോ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ വരുന്ന ദിവസങ്ങളിലും മേ ബി NFP ഉണ്ടല്ലോ, NFP കഴിഞ്ഞിട്ടായിരിക്കാം മേ ബി മുകളിലോട്ട് പോകുന്നത്. അപ്പൊ അതുവരെ നമ്മൾ കുറച്ച് ഡിഫെൻസീവ് ആയിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യണം. ഇന്നലെ 2 ലോസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ രാഹുൽ ഭൂരികേഷ്. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ബെയറിഷ് ഓർഡർ ഫ്ലോയിലാണ്. അതിനിടയിൽ ഒരു കൗണ്ടർ ട്രേഡ്, ഒരു ബൈ എൻട്രി എടുത്തിട്ടാണ് അവിടെ സെല്ലുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓർഡർ ഫ്ലോ എങ്ങനെയാണ് ഇപ്പൊ ഓർഡർ ഫ്ലോ നോക്കുന്നത്? മാർക്കറ്റ് സ്ട്രക്ചർ എക്സ്റ്റേണൽ എന്താണ്? ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്താണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് വരച്ച സ്ട്രക്ചേഴ്സിന്റെ ഉള്ളിൽ ഫുൾ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് അത് എടുക്കാൻ പറ്റും. വെരി ഗുഡ് ബ്രോ. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ അടുത്ത ടോപ്പിക് അതാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക്കിലോട്ട് പോകാം. മുദഷിർ ബ്രോ, സാവിയ ബ്രോ ക്ലിയർ ആണോ? നമ്മുടെ ആസ്മിൽ ബ്രോ, അഞ്ചാഷ ബ്രോ ക്ലിയർ ആണോ? ആസ്മിൽ ബ്രോ കേൾക്കാവോ? കേൾക്കാം ബ്രോ. റേഞ്ചിന്റെ ചെറിയ പ്രശ്നം ഉണ്ട്. അവിടെ ഇവിടെ ഒക്കെ കട്ടായിരുന്നു. രണ്ടാമത് ഡബിൾ ലൂപ്പ് ചെയ്യണം. ഓക്കെ ബ്രോ. നമ്മുടെ അഞ്ചാഷ ബ്രോ ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വെച്ചാ മൊത്തത്തിലൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ
ഓക്കെ, സീനില്ല. ബ്രോ കഴിഞ്ഞ സെഷൻ ബ്രോ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ലാസ്റ്റ് സെഷൻ കണ്ടില്ല. മറ്റേ ഫണ്ടമെന്റൽ മുതൽ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് കാണാണ്ട് ഇപ്പൊ. ഓക്കെ, നമ്മള് ബേസിക്കലി മാർക്കറ്റിന്റെ ട്രെൻഡ്, മാർക്കറ്റിന്റെ ഒഴുക്ക് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുവാണ്. അത് കണ്ടുപിടിച്ചതിന് ശേഷം മാർക്കറ്റിന്റെ ഒഴുക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒഴുക്കിനനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കുക. അതാണോ ബേസിക്കലി നമ്മൾ ഓർഡർ ഫ്ലോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ 5,000 മാർക്കറ്റ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? എന്താണ് ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള രീതിയിലായിരിക്കും. ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ലോവർ ലോ ലോവർ ഹൈ എന്നുള്ള രീതിയിലായിരിക്കും. സോ ബേസിക്കലി ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് മാർക്കറ്റ് ഇവിടെ ഇത്രയും പോയിന്റിൽ 5,000 മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്തത്? ലോവർ ലോ ലോവർ ഹൈ. ഒരു ഡൗൺ ട്രെൻഡ് ഓർഡർ ഫ്ലോ ആണല്ലോ, ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോയിലാണല്ലോ മാർക്കറ്റ് മൂവ് ചെയ്തത്. സോ ആ ഒരു ഓർഡർ ഫ്ലോയിൽ, ആ ഒരു പ്രൈസ് ഫോർമേഷനിൽ ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഹൈ ഉണ്ടല്ലോ, ഒരു ലോവർ ഹൈ ഉണ്ടല്ലോ, ആ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന മൊമെന്റിൽ നമുക്ക് അതിനെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് MSS എന്ന് വിളിക്കാം. ഓക്കെ, സോ അവിടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടി തുടങ്ങും. മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ ബെയറിഷിൽ നിന്ന് എങ്ങോട്ട് മാറി? ബുള്ളിഷിലോട്ട് മാറി. സോ ഈ ഒരു ടൈമിലാണ് ബ്രോ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ കൂടുതലും ഏത് ട്രേഡ് ആയിരിക്കും കൂടുതലും നോക്കേണ്ടത്? സെൽ എൻട്രീസ് ആയിരിക്കും, ഷോർട്ട് പൊസിഷൻസ് അല്ലെങ്കിൽ സെൽ എൻട്രീസ് ആയിരിക്കും. കാരണം എന്താ, മാർക്കറ്റ് താഴോട്ടാണ് ക്ലിയർ ആയിട്ട് മൂവ് ചെയ്യുന്നത്. ഈ ഒരു റാലിയിലാണെങ്കിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഏത് ട്രേഡുകളായിരിക്കും? ഈ ഒരു റൈറ്റ് സൈഡില് ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ആണെങ്കിൽ ഇതെങ്ങനെ പോകുന്നത്? ബുള്ളിഷ് അല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ബൈ എൻട്രി അല്ലെങ്കിൽ ലോങ് പൊസിഷൻസ് ആയിരിക്കും ആ ഒരു ഓർഡർ ഫ്ലോയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ബാക്കി ബ്രോ ഡബിൾ ലൂപ്പ് ചെയ്യുക, ടാസ്ക് ചെയ്യുക. ഡബിൾ ലൂപ്പ് ചെയ്തിട്ടുള്ള ഡൗട്ടുകൾ ബ്രോ പിന്നീട് ടീംമേറ്റിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ ബ്രോ, സെറ്റ്. ബാക്കി ആർക്കെങ്കിലും ഇത്രയും കാര്യങ്ങളിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചെറിയൊരു പോയിന്റും കൂടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഡെഫിനേഷൻ എഴുതിക്കോ. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ഇന്റേണൽ വെർസസ് എക്സ്റ്റേണൽ. ശ്രീരാഗ് ബ്രോ, ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു അപ് ട്രെൻഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ, അപ് ട്രെൻഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹയർ ലോ ബ്രേക്ക് ചെയ്ത് അതിനനുസരിച്ച് ഒരു സ്വീപ്പ് കിട്ടിയിട്ട് അതിന്റെ ഹയർ ഹൈനെ ഇന്റൻഷനോട് ബ്രേക്ക് ചെയ്ത് പ്രൈസ് റീപ്രൈസ് ചെയ്യണം. ലോവർ ഹൈനെ ബുള്ളിഷ് ആണെങ്കിൽ മാർക്കറ്റ് അത്ര നേരം വന്നതൊരു ഡൗൺ ട്രെൻഡ് ആണല്ലോ. അതെ. അപ്പൊ ആ ലോവർ ഹൈനെ ഇന്റൻഷനോടുകൂടി ബ്രേക്ക് ചെയ്യണം അല്ലേ? ബ്രേക്ക് ചെയ്ത് റീപ്രൈസ് ചെയ്യണം. ഓക്കെ, ആ ബ്രേക്ക് ചെയ്ത, അതായത് ആ ഓർഡർ ഫ്ലോ, മാർക്കറ്റ് ആദ്യം അങ്ങനെ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. ആ ഡൗൺ ട്രെൻഡിൽ ഒരു ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ആ രീതിയിലാണല്ലോ മാർക്കറ്റ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. സോ ആ ഓർഡർ ഫ്ലോയുടെ ലാസ്റ്റ് ലോവർ ഹൈ, അതാണ് മാർക്കറ്റ് സ്ട്രക്ചർ എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിളിനകത്തൊക്കെ MSEXT ഇട്ടത് ആ ഓർഡർ ഫ്ലോയുടെ ലാസ്റ്റ് ഹൈ അല്ലെങ്കിൽ ലാസ്റ്റ് ലോ, അതാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ഇന്റേണൽ എന്ന് പറയുന്ന MSS ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ MSS എങ്ങനെ നോക്കുന്നത്? നമ്മൾ ഈ പറയുന്ന ഡെഫിനിഷൻ നമുക്ക് ചാർട്ടിനകത്ത് പോവാം. ഇന്റേണൽ വെർസസ് എക്സ്റ്റേണൽ സ്ട്രക്ചർ. A break of internal structure does not mean the order flow is changing. കുറെ ആൾക്കാർ വരുന്ന മിസ്റ്റേക്ക് ആണ് ഈ പറയുന്ന ഇന്റേണൽ ആയിട്ട് ഒരു MSS കിട്ടുന്ന സമയത്ത് മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ മാറി എന്നുള്ള രീതിയിൽ വിചാരിക്കും. പക്ഷേ ബ്രേക്ക് ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ഡസ് നോട്ട് മീൻ ദ ഓർഡർ ഫ്ലോ ഇസ് ചേഞ്ചിങ്. ഇന്നലെ നമ്മുടെ രാഹുൽ ബ്രോയ്ക്കും ഷരൂൺ ബ്രോയ്ക്കും വന്ന മിസ്റ്റേക്ക് അതായിരുന്നു. കാരണം MSS ആണ് കൺസിഡർ ചെയ്തത്, പക്ഷെ അതൊരു ഇന്റേണൽ ആയിട്ടുള്ളൊരു MSS ആണ്. അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ആയിരുന്നില്ല. ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു, പക്ഷെ അതൊരു ഇന്റേണൽ ആണ്. ബ്രേക്ക് ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ഡസ് നോട്ട് മീൻ ദ ഓർഡർ ഫ്ലോ ഇസ് ചേഞ്ചിങ് ഡയറക്ഷൻ. നന്ദു ബ്രോ, ഒരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്ക് ചാർട്ടിനകത്ത് പോകുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യാം ബ്രോ, ഡെഫിനിഷൻ കഴിഞ്ഞിട്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, ദിസ് ക്യാൻ ക്യാച്ച് പീപ്പിൾ ഔട്ട് ആൻഡ് ആക്ട് ആസ് എ ട്രാപ്പ്. ഈ ഇന്റേണൽ ആയിട്ടുള്ള MSS ഫോം ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മാർക്കറ്റിന്റെ സ്ട്രക്ചർ ചേഞ്ച് ആയി, പക്ഷെ അത് മോസ്റ്റ്ലി അതൊരു മാനിപ്പുലേഷൻ ആയിരിക്കും, ഒരു ട്രാപ്പ് ആയിരിക്കും. ഓക്കെ, വന്നു ബ്രോ ചോദിച്ചോ. നന്ദു ബ്രോ, അന്ന് ഞങ്ങൾ ചോദിച്ചു ഓർമ്മയുണ്ടോ, മറ്റേ വിജയമോഹത്തിന്റെ ക്ലാസ്സിൽ നദീർ ബ്രോ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? ഏതായിരുന്നു ബ്രോ? ഓർക്കുന്നില്ല.
ഇന്റേണൽ ആയിട്ടൊരു ഇത് വന്നിട്ട് CISD ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്ന് റീപ്രൈസ് ചെയ്യുമ്പോൾ എൻട്രി കൺസിഡർ ചെയ്യാവൂന്ന് ചോദിച്ചില്ലായിരുന്നോ? അന്ന് നമ്മൾ CISD പഠിച്ചിട്ടില്ലല്ലോ. അല്ല, വിജയോത്സവത്തിന്റെ ഫസ്റ്റ് കഴിഞ്ഞ സെഷൻ നമ്മുടെ ഒരു സെഷൻ ആ ഇല്ലായിരുന്നോ ആ ആ ആ ആ ഓക്കെ ലാസ്റ്റ് നേരത്തെ? ഓക്കെ ലാസ്റ്റ് ആ ആ അതിനകത്ത് ഇതായിരുന്നു ഡൗട്ട്. മീൻസ് ഈ ഒരു ചെറിയൊരു ഇന്റേണൽ ആയിട്ട് വരുന്ന ഇതില്ലേ, ഉം ഉം അതിനെ അപ്പം അതിന്റെ CISD സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേണൽ ആയിട്ട് വരുന്ന നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഡൗട്ട്. നമുക്ക് ചാർട്ടിനകത്ത് പോകുമ്പോൾ ബ്രോ ആ ആ ഒരു മോഡൽ എക്സാമ്പിൾ ഉപയോഗിക്കും. ഓക്കെ, സോ ഓക്കെ. ബേസിക്കലി നമ്മുടെ മാർക്കറ്റ് ജിതിൻ ബ്രോ, മാർക്കറ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡൗൺ റാലിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആവണമെങ്കിൽ ഏത് പോയിന്റ് ആയിരിക്കും നമ്മൾ മാർക്കറ്റ് എക്സ്റ്റേണൽ ഷിഫ്റ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഈ ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോ ബുള്ളിഷ് ആയെന്ന് പറയുകയാണെങ്കിൽ എവിടെ ആയിരിക്കും ഒരു MSS, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ എക്സ്റ്റേണൽ സംഭവിക്കുന്നത്? ഈ ഒരു പോയിന്റിലാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എക്സ്റ്റേണൽ സംഭവിക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ ഈ പറയുന്ന പോലെ മാർക്കറ്റ് ക്രിസ്റ്റൽ ക്ലിയർ ഇതേപോലെ ആയിരിക്കത്തില്ലല്ലോ. ഇതിനിടയിൽ ഈ പറയുന്ന പോലെ ഓരോ സ്വിംഗ് ഹൈസ് കാണും, ഓരോ സ്വിംഗ് ലോസ് കാണും. സോ മേ ബി ഇവിടെ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു സ്വിംഗ് ഹൈ കാണുമായിരിക്കും. അപ്പൊ കുറെ പേര് എന്ത് ചെയ്യും, ആ ഒരു സ്വിംഗ് ഹൈസിനെയൊക്കെ മാർക്കറ്റ് ഒരു MSS ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഇതൊരു ക്രിസ്റ്റൽ ക്ലിയർ. ഇപ്പൊ നമ്മളിപ്പം ഈ ഒരു ചാർട്ട് കണ്ടല്ലോ, ഈ ഒരു ചാർട്ടിനെ നമ്മൾ ഇതിപ്പം ഒരു കാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് അല്ലെ. ഈ ഒരു ചാർട്ടിനെ നമ്മൾ ജസ്റ്റ് ലൈൻ ചാർട്ട് ആക്കുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും മാർക്കറ്റ് ഒരു ക്ലിയർ ഡൗൺ ട്രെൻഡ് ആയിരുന്നു, ക്ലിയർ അപ് ട്രെൻഡ് ആയിരുന്നു. ഇതിനകത്ത് വലിയ ക്ലാരിറ്റി കുറവൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാൻഡിൽ സ്റ്റിക് ആക്കുന്ന സമയത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജിതിൻ ബ്രോ ഇത് നമുക്കൊരു MSS ആയിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. ഇല്ല, അതിന്റെ ഇതിപ്പോ ഇന്റേണലല്ലേ വരും. അതെ ഇന്റേണൽ എക്സ്റ്റേണൽ, പക്ഷെ നമുക്കൊരു MSS ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ. കാരണം എന്താ, അതൊരു സ്വിംഗ് ഹൈ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അതിനെ നമുക്കൊരു MSS ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും, ഇതിനെ ഒരു MSS ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റിൽ ഇതെല്ലാം ഇന്റേണൽ ആണ്. കാരണം എന്താ, ഈ ഒരു ഓർഡർ ഫ്ലോയുടെ ലാസ്റ്റ് ലോവർ ഹൈ, അതിനു മുമ്പ് ഈ കിടക്കുന്ന ഒക്കെ എന്താണ്, ഒരു ഇന്റേണൽ ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മാത്രമാണ്. ഈ ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ റിവേഴ്സൽ ആയി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വധു ബ്രോ, ഇതിനകത്ത് ബ്രോയുടെ ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഈ റാലിക്കകത്തോ ഇവിടെ ഈ ഇന്നലത്തെ ഓർഡർ ഫ്ലോയിലോ? ഇതിനകത്തും ഇല്ല എന്തോ. ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാം. ഞാൻ അത് കണ്ടായിരുന്നു, ഇന്നും കൂടെ രാവിലെ കണ്ടായിരുന്നു. ഞാൻ നോക്കിട്ട് പറയാം. ഇന്ന് രാവിലെ ബ്രോ ചോദിച്ച ഡൗട്ട് ഏതായിരുന്നു? ഇന്ന് ഏഷ്യൻ സെഷന്റെ ഒരു ഡൗട്ട്. അത് ഏഷ്യൻ സെഷന്റെ ഡൗട്ട്. അത് ഡൗട്ട് മീൻസ് അത് പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാനും മറന്നു. അത് പിന്നെ ഓക്കെ സെഷൻ കഴിഞ്ഞ സെഷൻ കഴിഞ്ഞ. സോ നമ്മുടെ ഒരു ഡൗട്ട്, ഒരു ഇതും കൂടെ ചോദിക്കാം. ഈ ഒരു 1 ഡേ ടൈം ഫ്രെയിം, യൂറോ USD 1 ഡേ ടൈം ഫ്രെയിമിന്റെ ഓർഡർ ഫ്ലോ എന്താണ് കറന്റ്? ഓക്കെ, ബുള്ളിഷ് ആണ്. എപ്പോഴായിരിക്കും നമുക്ക് ഇത് റിവേഴ്സൽ ആയി നമുക്ക് പറയാൻ പറ്റുന്നത്? ഹയർ ലോ എടുക്കുമ്പോൾ. ജിതിൻ ബ്രോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാവോ? അപ്പം ഇതെന്താ ജിതിൻ ബ്രോ? അത് സ്ട്രക്ചേഴ്സ് തന്നെയാണ്. പക്ഷെ ഈ ഹൈന്റെ എക്സ്റ്റേണൽ ഹൈസിന്റെ ഇതിന്റെ ഉള്ളിൽ വരുന്ന ജോൺ ബ്രോ. ഓക്കെ, ഈ രണ്ട് സ്വിംഗ് ഹൈസിന്റെയും സ്വിംഗ് ലോസിന്റെയും ഉള്ളിൽ വരുന്ന സ്വിംഗ് ആണ് ഇപ്പൊ നിങ്ങൾ അവിടെ വരച്ചിട്ടുള്ളത്. എക്സാക്ട്ലി. സോ ഇതൊരു ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. സോ ശ്രീരാഗ് ബ്രോ, സ്വൻ ബ്രോ, നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് ഓർഡർ ഫ്ലോ റിവേഴ്സൽ. അതിപ്പോ 1 ഡേ ആണെങ്കിലും 1 ഡേയിൽ ഈ ഒരു പോയിന്റ് വരെ, ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. കാരണം എന്താ, ആ ഒരു ഓർഡർ ഫ്ലോയുടെ മാർക്കറ്റ് റിവേഴ്സൽ ആക്കിയിട്ടില്ല. ഇതാണ് മാർക്കറ്റിന്റെ ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഷിഫ്റ്റ്. സോ 1 ഡേ സ്റ്റിൽ യൂറോ USD റിമെയിൻസ് ബുള്ളിഷ് ആണ്. 1 അവർ നോക്കുന്ന സമയത്ത് ഒരു ബുള്ളിഷ് റാലി ആയിരുന്നു. പക്ഷെ മാർക്കറ്റ് കറന്റ് ഇപ്പൊ ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോയിലാണ് വന്ന് നിൽക്കുന്നത്. ലോവർ ടൈം ഫ്രെയിമിൽ ഈ 1 ഡേയും 1 അവർ നമ്മൾ അലൈൻ ചെയ്തിട്ടായിരിക്കും എൻട്രി പോകുന്നത്. സോ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു, നമുക്ക് ട്രേഡിംഗിൽ വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുറെ ആൾക്കാർ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ടൈം എന്നുള്ളത്. സോ നമ്മൾ ഫേസ് 1 നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് 3 ടൈം ഫ്രെയിംസ് ആണ് അനാലിസിസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. 3 ടൈം ഫ്രെയിം ഓർമ്മയുണ്ടോ?
ബ്രോ ഒരു ഹയർ ടൈം ഒരു ഫ്രെയിം വേണം, ഹയർ ടൈം ഫ്രെയിം. ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം, ഒരു ലോവർ ടൈം ഫ്രെയിം. മൂന്ന് ടൈം ഫ്രെയിം മതി. നമുക്ക് ഹയർ ടൈം ഫ്രെയിം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓവറോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ, മാർക്കറ്റിന്റെ ഡയറക്ഷൻ, മാർക്കറ്റ് ഓവറോൾ ഒരു ക്ലാരിറ്റി വേണം. മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, എന്ത് ഡ്രോൺ ലിക്വിഡിറ്റി, എന്ത് ലിക്വിഡിറ്റി എയിം ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓവറോൾ മൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് വേണം. അതാണ് ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം, നമ്മൾ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അന്നത്തെ സെഷനിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ വരുന്ന സമയത്ത് എന്താണ് മാർക്കറ്റിന്റെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ബയാസ്, ആ ബയാസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ മാർക്കറ്റ് കറന്റ് ബൈ ആണോ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നുള്ളത് ക്ലിയർ കട്ട് ആയിട്ട് കണ്ടുപിടിക്കാനാണ് നമുക്ക് എന്ത് വേണ്ടത്? ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം വേണ്ടത്. ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി ലോവർ ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തോ, ടൈം ഫ്രെയിം അലൈൻമെന്റ്. ടൈം ഫ്രെയിം അലൈൻമെന്റ്. ഈ ഓർഡർ ഫ്ലോ നോക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഇതിനെ അലൈൻ ചെയ്തിട്ടായിരിക്കും ഓവറോൾ ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്നത്. ടൈം ഫ്രെയിം അലൈൻമെന്റ്. ടൈം ഫ്രെയിം അലൈൻമെന്റ് is the process of analyzing and synchronizing multiple time frames. Time frame alignment is the process of analyzing and synchronizing multiple time frames such as higher time frame, intermediate time frame, and lower time frame to ensure all trends and structures in the market are same in a same direction. Time frame alignment is the process of analyzing and synchronizing multiple time frames such as higher time frame, intermediate time frame, and lower time frame. എന്തിനാ ഈ പറയുന്ന എല്ലാ ടൈം ഫ്രെയിമിലും മാർക്കറ്റ് അലൈൻഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ഭയങ്കര അടിപൊളിയാണ്. അതിന്റെ റീസൺ എന്താ? ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് റാലി ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ആ ഹയർ ടൈം ഫ്രെയിം ഡയറക്ഷനുമായിട്ട് നമ്മുടെ ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം അലൈൻഡ് ആയിട്ട് വന്ന്, സോ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ലോവർ ടൈം ഫ്രെയിമിൽ ബൈ എൻട്രി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. നല്ലൊരു എൻട്രി പോയിന്റ്, നമ്മുടെ എൻട്രി കോൺസെപ്റ്റ് വെച്ചിട്ട് നല്ല എൻട്രി പോയിന്റിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ 1:5 1:6 ഒക്കെ എയിം ചെയ്യാൻ പറ്റുന്ന എൻട്രികൾ കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ ക്ലാരിറ്റി കൊണ്ടുവന്നത്? ടൈം ഫ്രെയിമിനെ അലൈൻ ചെയ്തിട്ട് നമ്മുടെ ചാർട്ടിനകത്ത് പറഞ്ഞോ. ആ ടൈം ഫ്രെയിമില് വെച്ചാല് ബുള്ളിഷ് ആണ് ഒക്കെ, അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് ടൈമിൽ ബെയറിഷ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം ആയിരിക്കും നമ്മൾ ലോക്ക് ഇൻ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഈ സിറ്റുവേഷനിൽ സ്ക്രീൻ ഷെയർ അല്ലല്ലോ. ഇപ്പം ജിതിൻ ബ്രോ നമ്മുടെ ഹൈ ടൈം ഫ്രെയിമിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഒരു ജിതിൻ ബ്രോ സ്ക്രീൻ കാണാമല്ലോ അല്ലെ? ഓക്കെ. വൺ ഡേയില് മാർക്കറ്റ് ബുള്ളിഷ് ആണ്. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആണ്. ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആണെങ്കിൽ പോലും മാർക്കറ്റ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? ഒരു ഹയർ ഹൈ പോയിട്ട് ഒരു പുൾ ബാക്ക് ഫേസ് കാണുമല്ലോ. മാർക്കറ്റ് ക്ലിയർ ആയിട്ടുള്ളൊരു അപ്പ് റാലി ആയിരുന്നു, ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആയിരുന്നു. പക്ഷെ മാർക്കറ്റ് ഇവിടെ ഒരു ഹയർ ഹൈ ഫോം ചെയ്തിട്ട് ഒരു പുൾ ബാക്ക് മാർക്കറ്റ് തന്നു. എന്തിനാ? ഈ പറയുന്ന ഈ ഒരു ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അല്ലെ? സോ ഈ ഒരു പുൾ ബാക്ക് ഫേസിലും നമ്മൾ അവിടെ നോട്ട് ട്രേഡ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1 അവറിൽ പോയി, 1 അവറിൽ ഇതാ ഈ ഒരു ഏരിയ ആണ് ആ ഒരു നമ്മൾ 1 ഡേയിൽ കണ്ട ഒരു പുൾ ബാക്ക്. മാർക്കറ്റ് ഹൈ വരെ പോയിട്ട് താഴോട്ട് വന്നത്. സോ 1 ഡേയുടെ ഡയറക്ഷൻ നമ്മളത് പഠിക്കും, നമ്മൾ വരുന്ന സെഷനിൽ പഠിക്കും. മാർക്കറ്റ് ഓവറോൾ ഒരു ഓർഡർ ഫ്ലോ ബുള്ളിഷ് ആണ്, പക്ഷെ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് താഴോട്ടാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ദിവസങ്ങളിലെ ബയാസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴത്തെ ലിക്വിഡിറ്റി എടുക്കാനുണ്ട്, ഡ്രോൺ ലിക്വിഡിറ്റി താഴെയാണ്. സോ നമ്മൾ ബെയറിഷ് ആയിട്ട് കൺസിഡർ ചെയ്യും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്മൾ 1 അവറിലോട്ട് വരും. 1 അവറിന്റെ സ്ട്രക്ചർ എന്താണ്? 1 അവർ നോക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആണ്. സോ നമ്മൾ അതിൽ തന്നെ ലോക്ക് ചെയ്യും. ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ട് വരാം. 1 ഡേയിൽ ഓവറോൾ ഡയറക്ഷൻ ബുള്ളിഷ് ആയിരിക്കാം, പക്ഷെ മാർക്കറ്റ് ചിലപ്പോൾ ഒരു പുൾ ബാക്ക് ഫേസിലായിരിക്കാം. മാർക്കറ്റ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലിക്വിഡിറ്റി എയിം ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. സോ നമ്മുടെ ഡേ ടു ഡേ ഡയറക്ഷൻ ഡിഫറെന്റ് ആവാമല്ലോ. സോ അതനുസരിച്ച് നമ്മൾ 1 അവറിൽ വരും. 1 അവറിൽ ക്ലിയർ ആയിട്ട് എന്താണോ നമ്മളെടുത്ത് പറയുന്നത് അതായിരിക്കും നമ്മൾ അന്നത്തെ ബയാസ് ആയിട്ട് ലോക്ക് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഡിഫറെന്റ് ആയിട്ട് വരാം. അലൈൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കിടിലം വീക്ക് ആയിരിക്കും. അതാണ് ഈ ഒരു കഴിഞ്ഞ ആഴ്ച നമുക്ക് കിട്ടിയത്. മാർക്കറ്റ് ആ ഒരു 1 ഡേയിൽ പുൾ ബാക്ക് ഒക്കെ കഴിഞ്ഞ് മേജർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി എടുത്ത് ഇവിടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് FEGയും കാര്യങ്ങളും ഇന്റേണൽ ആയിട്ടുള്ള ലിക്വിഡിറ്റീസും കാര്യങ്ങളൊക്കെ ടേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എയിം ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. സോ അതുവരെ നമ്മൾ ഓരോ 1 അവർ പുൾ ബാക്കിലും നമ്മൾ എൻട്രികൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രോ ക്ലിയർ ആയോ? ഓക്കെ. 1 അവർ നോക്കിയാൽ മതി. 1 ഡേ 1 അവർ
മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് 1 അവർ. കാരണം 1 അവർ ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മളിപ്പോ അനലൈസ് ചെയ്യാനാണെങ്കിലും 1 ഡേയിൽ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് 1-2 കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ഈ ടൈം ഫ്രെയിം അലൈൻമെന്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത സെഷൻ മുതൽ ഓരോ ടൈം ഫ്രെയിമിനകത്തുള്ള കോൺസെപ്റ്റ്, ആദ്യം നമ്മൾ ഹയർ ടൈം ഫ്രെയിമിനകത്ത് യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഇന്റർമീഡിയറ്റ്, ലോവർ, ആ രീതിയിലായിരിക്കും പോകുന്നത്. അതിൽ തന്നെ ഇന്റർമീഡിയറ്റിനകത്താണ് നമ്മൾ കൂടുതലും ഫോക്കസ് കൊടുക്കേണ്ടത്. സോ ഈ ഹയർ ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ടൈം ഫ്രെയിം, ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് ടൈം ഫ്രെയിം ചൂസ് ചെയ്യണോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്. കുറെ ആൾക്കാർ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എല്ലാ ദിവസവും വന്നിട്ട് മന്ത് അനാലിസിസ് ചെയ്യും, വീക്ക്ലി അനാലിസിസ് ചെയ്യും, ഡെയിലി അനാലിസിസ് ചെയ്യും, 4 അവർ ചെയ്യും, 1 അവർ ചെയ്യും, ഇതിനിടെ പറ്റുവാണെങ്കിൽ ഒരു 30 മിനിറ്റും ചെയ്യും. ഇതെല്ലാം കൂടെ ചെയ്ത് വന്ന് 5 മിനിറ്റ് ട്രേഡ് എടുക്കും. ഈ ഒരു രീതിയിൽ ഓവറായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യും. ഇതിന്റെ ഒരു ആവശ്യകതയില്ല. നമ്മുടെ ലൈനിനകത്താണെങ്കിൽ ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വരുത്തുന്ന മേജർ ആയിട്ടുള്ള റെമിസ് ഒക്കെ ചിരിക്കുന്നത് എന്തൊക്കെയോ പറയുന്നത്. ആരെയാ ചൂണ്ടിക്കാണിക്കുന്നത്? എല്ലാ ടൈം ഫ്രെയിമിലും വന്നിട്ട് ഇപ്പൊ ഞാൻ പണ്ട് തമാശക്കഥ, ആദ്യം വീക്ക്ലിയിൽ വന്നിട്ട് പറയും നന്ദു ബ്രോ ബുള്ളിഷ് ആണ്, ഡെയിലിയിൽ വന്നിട്ട് പറയും ബെയറിഷ് ആണ്, 4 അവർ അതുകൊണ്ട് ബുള്ളിഷ് ആയി, 1 അവർ ബെയറിഷ് ആണ്, ഞാൻ 5 മിനിറ്റ് ബൈ എടുത്ത് എസ് എൽ അടിച്ച്. ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യും. സോ കീപ് ഇറ്റ് സിമ്പിൾ. 3 ടൈം ഫ്രെയിം. ഏതർ നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിം ആയിട്ട് 1 ഡേ അല്ലെങ്കിൽ 1 വീക്ക് ലോക്ക് ചെയ്യാം. നിങ്ങൾ 1 വീക്ക് ആണ് ലോക്ക് ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് കിടക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 4 അവർ ആയിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിം ആയിട്ട് 1 വീക്ക് ചൂസ് ചെയ്യാം. 1 വീക്ക് ആണെങ്കിൽ അതുമായിട്ട് ഏറ്റവും കൂടുതൽ അലൈൻഡ് ആയിട്ട് കിടക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് അനലൈസ് ചെയ്യുന്ന 4 അവർ ആയിരിക്കും. നിങ്ങൾ ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം 4 അവർ ആണെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കുന്നത് 15 മിനിറ്റിലായിരിക്കണം. എഴുതിക്കോ, 1 വീക്ക് 4 അവർ 15 മിനിറ്റ്. 1 വീക്ക് എന്ന് പറയുന്നത് എന്താ? HTF. 4 അവർ എന്ന് പറയുന്നത് എന്താ? ITF, ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം. 15 മിനിറ്റ് എന്ന് പറയുന്നത് എന്താ? ലോവർ ടൈം ഫ്രെയിം ഫോർ എൻട്രി. ഈ രീതിയിലാണ് അലൈൻ ചെയ്യുന്നതെങ്കിൽ. രണ്ടാമത്തത് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റൈലിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 1 ഡേ ആയിരിക്കും. 1 ഡേ ടൈം ഫ്രെയിം. HTF എന്ന് പറഞ്ഞാൽ 1 ഡേ ടൈം ഫ്രെയിം ആയിരിക്കും. നമ്മുടെ ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 1 അവർ ആയിരിക്കും. ഈ 1 അവർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എൻട്രി എടുക്കുന്നത് 5 മിനിറ്റിലായിരിക്കും. ഇതിൽ തന്നെ ഓരോരുത്തർ അവരുടേതായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ, ഇപ്പൊ എനിക്കൊന്ന് വധൂപ്രോ ഒക്കെ കൂടുതൽ എനിക്കൊന്ന് 4 അവറും 1 അവറും എന്നുള്ള രീതി നോക്കാറുണ്ട്. അവരവരുടെ രീതി മാറ്റും. പക്ഷെ ഞാൻ കോംപ്ലിക്കേറ്റ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് 1 ഡേ 1 അവർ 5 മിനിറ്റ്, 3 ടൈം ഫ്രെയിം. ഇതിനകത്ത് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ, അക്ഷയ് ബ്രോ ഈ ഒരു 3 ടൈം ഫ്രെയിം ഞാൻ അനലൈസ് ചെയ്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, മാർക്കറ്റ് എന്താ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ആക്ച്വലി നോക്കിയായിരുന്നു 4 അവർ. അതായത് ഈ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ മാത്രം സ്വിച്ച് ടു അതർ ടൈം ഫ്രെയിം, 4 അവറോ 1 വീക്കോ കാര്യങ്ങളോ. അതല്ലാത്ത പക്ഷം എല്ലാ ദിവസവും വന്നിട്ട് ഈ പറയുന്ന പോലെ എല്ലാ ടൈം ഫ്രെയിമും, കാരണം എല്ലാ ടൈം ഫ്രെയിമും നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ടൂ മച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതായത് മാർക്കറ്റ് ചിലപ്പം ഇവിടെ ഒരു ലിക്വിഡിറ്റി എടുത്തു കാണും, 4 അവറിൽ നോക്കുമ്പോൾ ഇവിടെ വേറെ ലിക്വിഡിറ്റി കാണും. നമുക്ക് മൊത്തത്തിൽ അതൊരു കൺഫ്യൂഷൻ ആയിരിക്കും. വധു ബ്രോ ഈ ടൂ മച്ച് ടൈം ഫ്രെയിംസ് അലൈൻ ചെയ്ത് കൺഫ്യൂഷൻ ആക്കുന്നതും സിമ്പിൾ ആയിട്ട് 3 ടൈം ഫ്രെയിം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി എടുക്കാൻ നേരത്ത് കൺഫ്യൂഷൻസ് പറയും. മീൻസ് നമുക്ക് എൻട്രി എടുക്കാൻ നേരത്ത് അവിടെ ആ ലിക്വിഡിറ്റിയും കൂടെ കിടപ്പുണ്ടല്ലോ, മാർക്കറ്റ് അതിനെ റെസ്പെക്ട് ചെയ്ത് SL അടിക്കുമോ എന്നൊരു സാധനം വരും. നമ്മൾ അത് സിമ്പിൾ ആക്കുവാണെങ്കിൽ, മീൻസ് നമ്മളിപ്പം 1 ഡേ 1 അവർ 5 മിനിറ്റ്സിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡയറക്ഷൻ, നമ്മളിപ്പം ഓർഡർ ഫ്ലോ ചേഞ്ച് ആയി, പിന്നെ നമ്മൾ ആ എൻട്രി എടുക്കുക എന്നൊരു പൊസിഷനേ ഉള്ളൂ. പിന്നെ നമ്മൾ ബാക്കി 15 മിനിറ്റ്സ് ഇപ്പൊ അവിടെ ഒരു എഫ്യൂജ് ഉണ്ട്, അതൊക്കെ വാലിഡ് ആയിരിക്കും പോലും ആയിരിക്കില്ല. ചുമ്മാ നമ്മൾ അത് നോക്കി ഓക്കെ അതിനെ റെസ്പെക്ട് ചെയ്ത് എങ്ങനെ താഴത്തോട്ട് വന്ന് SL അടിക്കാൻ നമുക്ക് കൺഫ്യൂഷൻസ് കൂടും. അപ്പോൾ എൻട്രി എടുക്കാനുള്ള അപ്പൊ ഫിയറും കൂടും. അപ്പൊ എൻട്രി മിസ്സിംഗ് ഓഫ് എൻട്രി ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ട്. ഈവൻ കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ എനിക്ക് രാഹുൽ ബാരയ്ക്ക് 15 മിനിറ്റിൽ റെഫ്യൂജി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എൻട്രി എടുക്കാഞ്ഞെന്നുള്ളത്. ടൂ മച്ച് കൺഫ്യൂഷൻ വരും. അപ്പം ആ ടൈം ഫ്രെയിമിൽ തന്നെ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. മീൻസ് ആ 2-3 എൻട്രിലും 15 മിനിറ്റ്സിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് CB ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ റെസ്പെക്ട് ചെയ്ത് താഴത്തോട്ട്, അപ്പൊ ഒന്നും കൂടെ കുറച്ചും കൂടെ താഴത്തോ, നമുക്ക് അത്രയും താഴത്തുനിന്ന് എൻട്രി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എൻട്രി മിസ് ആയതുകൊണ്ട് അങ്ങനത്തെ കുറെ എൻട്രി മിസ് ആയതുകൊണ്ട്. സോ 2 കാര്യങ്ങൾ കമ്പൈൻ ചെയ്യുക. ഓർഡർ ഫ്ലോ പക്കയാക്കുക. ഓർഡർ ഫ്ലോ അറിഞ്ഞ് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ അനാലിസിസിൽ നമ്മൾ 3 ടൈം ഫ്രെയിമിന്റെ ഓർഡർ ഫ്ലോ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഒന്ന്, നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിന്റെ നിങ്ങൾ ചൂസ് ചെയ്ത 1 ഡേ ആണെങ്കിൽ 1 ഡേയുടെ ഒരു ഓർഡർ ഫ്ലോ, 1 ഡേ മാർക്കറ്റിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. 1 അവർ ആയിട്ടുള്ള 1 ഡേ ആണെങ്കിൽ 1 അവർ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം, നമ്മുടെ ബയാസ് വെച്ചിരുന്ന 1 അവറിന്റെ ഒരു സ്ട്രക്ചർ, ക്ലിയർ കട്ട് ആയിട്ടുള്ള ബയാസ് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കണം. 1 അവറിലാണെങ്കിൽ 5 മിനിറ്റിൽ എൻട്രി എടുക്കാൻ നമ്മൾ പഠിക്കണം. ഇതാണ് നമ്മൾ ഇനി മുമ്പിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ അടുത്ത സെഷനിൽ നമ്മൾ 1 ഡേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന
നമുക്കൊരു ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. വൺ ഡേയിലായിരിക്കത്തില്ല ജിതിൻ ബ്രോ നമ്മൾ ബയാസ് ലോക്ക് ചെയ്യുന്നത്, പക്ഷെ നമുക്കൊരു ഡയറക്ഷൻ വേണം. മാർക്കറ്റ് എന്താണ് ഒരു ബിഗ്ഗർ പിക്ചർ എന്നുള്ളത്, കാരണം ബിഗ്ഗർ പിക്ചർ എന്താണോ അതനുസരിച്ചായിരിക്കും ലോവറിനകത്തോട്ട് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത് അല്ലെ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബിഗ്ഗർ പിക്ചർ വേണം. സോ അതിനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ അടുത്ത സെഷൻ നോക്കും. മേ ബി അതൊരു 1-2 സെഷൻസ് പോവായിരിക്കും. അതിനുശേഷം നമ്മൾ 1 അവർ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 അവറിൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ, 1 അവർ ബയാസ് കിട്ടാൻ വേണ്ടി നമ്മൾ ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അത് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റിൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ. സോ 1 വീക്ക് ആണെങ്കിൽ 4 അവർ 15 മിനിറ്റ്, 1 ഡേ ആണെങ്കിൽ 1 അവർ 5 മിനിറ്റ്, 4 അവർ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഈ പറയുന്ന പോലെ 4 അവർ 15 മിനിറ്റ് ആയിരിക്കും അവർ ബയാസ് ലോക്ക് ചെയ്യുന്നത്. 1 മിനിറ്റിൽ എൻട്രി എടുക്കും, സ്കാൽപേഴ്സ് കാര്യങ്ങൾ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 3 മിനിറ്റിൽ എൻട്രി എടുക്കുന്നൊക്കെ ആൾക്കാരുണ്ടല്ലോ. അവർ ഈ പറയുന്ന പോലെ 4 അവർ അല്ലെങ്കിൽ 1 അവർ ഹൈ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കും, 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അവർ ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം ആയിട്ട് എടുക്കും, 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഈ പറയുന്ന എൻട്രി എന്നുള്ള രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യും. നമ്മൾ മോസ്റ്റ്ലി 1 ഡേ 1 അവർ 5 മിനിറ്റ്. ഗൈസ്, ശ്രീരാഗ് ബ്രോ ക്ലിയർ ആണോ? സെൻ ബ്രോ, മുദശ്ശർ ബ്രോ, അക്ഷയ് ബ്രോ, അഞ്ജാഷ ബ്രോ? ക്ലിയർ ആണ് ബ്രോ. ഒന്നുകൂടെ ഡബിൾ ലൂപ്പ് ചെയ്യുമ്പോൾ ഇത് ഡബിൾ ലൂപ്പ് പറഞ്ഞ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ യൂറോ USD ഓൾറെഡി ഞാൻ വരച്ച് കാണിച്ചോണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും. ഒരു 3 പേര് ഒന്നുകൂടെ ഈ ഫസ്റ്റ് യൂറോ USD 1 ഡേയുടെ സ്ട്രക്ചർ, കറന്റ് സ്ട്രക്ചർ എന്താണെന്നുള്ളത് പ്ലോട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ 1 അവർ, ഈ 2 ടൈം ഫ്രെയിമും യൂറോ USDയുടെ ഓർഡർ ഫ്ലോ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ ഒരു കറന്റ് സൈക്കിളിന്റെ ജസ്റ്റ് ചാർട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് റീസെന്റ് ചാർട്ട് വ്യൂ എടുക്കുക. ആ ചാർട്ട് വ്യൂവിനകത്ത് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ചെയ്ത റീസെന്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഫ്ലോ ആണല്ലോ, ആ രീതിയിൽ 1 ഡേ ആദ്യം ചെയ്യുക, 1 അവർ ചെയ്യുക പ്രോപ്പർ ആയിട്ട്. അതിപ്പോ റിവേഴ്സൽ ആയിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് എക്സ്റ്റേണൽ ഷിഫ്റ്റ് എവിടെയാണ്, അതിനുശേഷം ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറുകൾ എവിടെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ വരച്ച എക്സാമ്പിൾ ഗ്രൂപ്പിനകത്ത് ആ മോഡലിൽ യൂറോ USDയുടെ വേണം. പക്ഷെ യൂറോ USD നിങ്ങളിപ്പോ ഫെമിലിയർ ആയി വരുന്നുണ്ട്. GBP JPYന്റെ 1 അവറും 1 ഡേയും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ നോക്കാത്തൊരു പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര്, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതിനകത്ത് മൂന്നാമതായിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു പേര് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. യൂറോ USD GBP JPY മാൻഡേറ്ററി ആയിട്ട് ചെയ്യുക. മൂന്നാമത്തത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പേരും കൂടെ സെലക്ട് ചെയ്ത് 1 ഡേ 1 അവർ ഓർഡർ ഫ്ലോ ടൈം ഫ്രെയിം അലൈൻമെന്റ് ചെയ്ത് വേണ്ടേ. 1 ഡേയിലാണ് നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ഓർഡർ ഫ്ലോ കണ്ടുപിടിക്കുന്നെങ്കിൽ 1 അവർ മസ്റ്റ് ആയിട്ട് ചെയ്യാം. 1 വീക്ക് ആണെങ്കിൽ 4 അവർ. ആ രീതിയിൽ ടൈം ഫ്രെയിം അലൈൻമെന്റ് ചെയ്ത് ടാസ്ക് സബ്മിറ്റ് ചെയ്യുക ബിഫോർ നമ്മുടെ നെക്സ്റ്റ് സെഷൻ തേഴ്സ്ഡേ 9 മണിക്ക്. ഓക്കെ, ബാക്കി ജസ്റ്റ് ഒന്ന് ഡബിൾ ലൂപ്പ് ചെയ്യുക, ഡൗട്ട് കാര്യങ്ങൾ. ഓർഡർ ഫ്ലോ ബേസിക് ആയിട്ട്, കാരണം സിമ്പിൾ ആണ്, പക്ഷെ ഓർഡർ ഫ്ലോ അറിഞ്ഞ് ട്രേഡ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് അത് അലൈൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ടാസ്ക്. 1 ഡേ 1 അവർ, ഈവൻ ലോവർ ടൈം ഫ്രെയിമിലോട്ട് ഇന്ന് പോയിട്ടില്ല. ലോവർ ടൈം ഫ്രെയിമിലാണെങ്കിലും ആ ഒരു അലൈൻമെന്റ് നോക്കി പ്രോപ്പർ ആയിട്ട് ട്രേഡ് എടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ നമ്മുടെ ഓരോ ടൈം ഫ്രെയിം ആയിട്ട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഹയർ ടൈം ഫ്രെയിം തൊട്ടിനി ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ മേജർ ആയിട്ട് ലിക്വിഡിറ്റി എന്താണെന്ന് പഠിച്ചു. മേജർ ലിക്വിഡിറ്റി മാർക്കറ്റിൽ കാണുന്ന 2 ഏരിയാസ്, ഈ പറയുന്ന സ്വിംഗ് ഹൈ, ഓൾഡ് ഹൈ, ഓൾഡ് ലോ എന്ന് പറയുന്ന ബൈ സൈഡ് ലിക്വിഡിറ്റി, സെൽ സൈഡ് ലിക്വിഡിറ്റി നോക്കി, അതേപോലെ ഇൻഎഫിഷ്യൻസി എന്നുള്ള അല്ലെങ്കിൽ ഇംബാലൻസ് എന്നുള്ള ഒരു പോയിന്റ് നോക്കി, അതിനുശേഷം നമ്മൾ ഓർഡർ ഫ്ലോ എങ്ങനെ മാർക്കറ്റിൽ കണ്ടുപിടിക്കാൻ നോക്കി. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് വരിക. കാരണം ഇത് 3ഉമാണ് ബേസ് ആൻഡ് കോർ തിങ് എന്ന് പറഞ്ഞാൽ. ഈ കോറിനകത്ത് തന്നെ നമ്മൾ ഇനി ഇതിനകത്തൂടാണ് നമ്മൾ ഇനി ഒപ്റ്റിമൈസ് ചെയ്ത് ഓരോ കാര്യങ്ങളും നോക്കുന്നത്. സോ ഈ 3 കാര്യങ്ങളും വളരെ കോറാണ്. പിന്നെ ടൈം ഫ്രെയിം അലൈൻമെന്റും ഇത് ക്ലിയർ ആണെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. സോ ഈ 3 കാര്യങ്ങളും ഡബിൾ ലൂപ്പ് ചെയ്യുക, മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. ഈ ടാസ്ക് മിനിമം ആണ്, നിങ്ങൾക്ക് എത്ര വേണേലും ബാക്ക് ടെസ്റ്റ് ചെയ്യാം, എത്ര വേണേലും വർക്ക്ഔട്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. മിനിമം ഇത്രയെങ്കിലും ചെയ്യുക എന്നുള്ളത്. കാരണം ഇത്രയെങ്കിലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡൗട്ടുകൾ വരും, സ്വാഭാവികമായിട്ട് നിങ്ങൾ അത് ക്ലിയർ ചെയ്യും, നിങ്ങളുടെ ഒരു എക്സസൈസ് അതിനകത്ത് വരും. ഓക്കെ മിലൻ, ഓക്കെ ആണോ? ഓക്കെ. സോ ഡബിൾ ലൂപ്പ് ചെയ്യുക, ഡൗട്ടുകൾ മാക്സിമം ക്ലാരിഫൈ ചെയ്യുക, ക്ലിയർ ചെയ്യുക. നമുക്കപ്പോ അങ്ങനെ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ ഉള്ള ഡൗട്ട് നോക്കുക, അതല്ല നിങ്ങൾ ഡബിൾ ലൂപ്പ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഡൗട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ആ സമയത്ത് അത് ക്ലിയർ ചെയ്യുക. അടുത്ത സെഷൻ നമുക്ക് തേഴ്സ്ഡേ ആണ്, തേഴ്സ്ഡേ 9 മണിക്ക് കാണാം. ഓക്കെ.